ഇതാണ് തീരുമ്പോൾ ഞാൻ DTC ആകും, ഇതാണ് തീരുമ്പോൾ ഞാൻ STC ആകും. ഈ നോട്ട് പുസ്തകം പ്ലാൻ തീർത്ത് ഞാൻ തീരുമ്പോഴത്തിന് സാറ് സീലിംഗ് അടിക്കും. സ്വർണ്ണം സാറ് പണ്ട് പറഞ്ഞ വാക്കാണ്. ഞാൻ അന്ന് കോട്ടയിൽ ഒരു വരിയാണ്, ഇതൊക്കെ കിട്ടിയ ആ ക്ലാസ് അല്ലേ? ആ വരി നമ്മൾ സ്വീകരിക്കണം. കാര്യം എന്താ? ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ ഇനീഷ്യേഷൻ. ആ ക്ലാസ് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് അവസരയിൽ പോയ സമയത്ത് രാത്രി പ്ലാൻ കൊടുക്കാൻ സാറിങ്ങനെ ടീച്ചറിനെ പറഞ്ഞു, സാറ് കൊടുക്കൊന്നും വേണം, ഞാൻ കൊടുത്തു. അങ്ങനെ ഞാൻ അന്ന് ആ ബോർഡ് വാങ്ങിയത്. മൂപ്പര ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കൊമ്പ് കയറ്റി. ഞാൻ ജോയിൻ ചെയ്ത് കിട്ടിയത് അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് സാറുമായിട്ട് ഞാൻ പോയ സമയത്ത് സാറ് പ്ലാൻ കൊടുക്കാൻ നിൽക്കുന്നു പറഞ്ഞു, ഇനി നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അന്ന് ഇട്ടതാണ് ഈ ഉപായം, പിന്നെ ഞാൻ ഊഹിച്ചില്ല. മനസ്സിലായോ? ഞാൻ സീരിയസ്ലി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരുടെ ലീഡറോടൊന്ന് പറയാം, നമുക്ക് വാക്കോ ഞാൻ പറഞ്ഞട്ടെ. മനസ്സിലായോ? ഇത് കുറെ ഓതിയില്ലേ, ഇന്നേട്ടെ ഞാൻ കുറച്ചുകൊണ്ട് ഓതി നോക്കട്ടെ. ഇങ്ങനെ നിങ്ങൾ സെൽഫ് ഇനീഷ്യേഷൻ നടത്തേണ്ടത് ലിസ്റ്റ് എടുത്തിട്ടാവണം, ഇൻവിറ്റേഷൻ നടത്തിയിട്ടാണോ. ഷോ ദ പ്ലാൻ. ഈ പോയിന്റ് പ്രധാനമാണ്. സേ ദ പ്ലാൻ അല്ല. എന്താ സേ ദ പ്ലാൻ പറഞ്ഞാല് നമ്മൾ വൈകുന്നേരം കമ്പനി ഭയങ്കര സമ്പത്തി വിചാരിച്ച പോലെ എന്തോ ഒരു അത്ഭുതം പോലെ പിന്നെ ഒരു ക്ലാസ് തിരിയുന്ന ഒരു ലീഡർ എന്താണ് എന്റെ മോനെ എന്താണ് പറയാൻ എനിക്ക് എന്തിട്ടില്ല എന്താ വിഷയപ്പെടണം ആണല്ലേ. ഷോ ദ പ്ലാൻ. ഏത് പേനയും പേപ്പറൊക്കെ എടുത്ത് വരച്ചു പിടിച്ച് ഇത് നീ ഇതിങ്ങനെ കമ്പനി വരുമാനം ഇങ്ങനെ ജീവിതം ഇങ്ങനെ വരച്ചാൽ എന്ത് ചെയ്യും? അവന് കൂടും. സോ സീരിയസ്ലി സേ ദ പ്ലാൻ അല്ല, ഷോ ദ പ്ലാൻ. ഫൈനലി നമ്മൾ പറയുന്നത് എന്താണ്? ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ്. ഇതാണ് ഈ ബിസിനസിന്റെ മർമ്മം. ഇത് നിങ്ങൾക്ക് എത്ര കാലം കൈക്കലുണ്ടോ, ആരെന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒറ്റ വാക്കിൽ പറയും, ആഴി കലങ്ങി മറിഞ്ഞാലും ഭൂമി ഉരുണ്ട് പിളർന്നാലും ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും ലൈഫില് ഉറപ്പായിട്ടും ITC ആകും. മനസ്സിലായോ? എന്താ ചെയ്യാനുള്ളത്? ഈ ലിസ്റ്റ് കൈക്കണ്ടാവും. ഇതാ ഈ സ്ക്രീന്. ഓക്കെ, അവിടെ നിങ്ങൾ അയച്ചു ഡോണ്ട് ബിൽഡ് എ ബിസിനസ്. നിങ്ങൾ എന്ത് ചെയ്യണ്ട? ബിസിനസ് ബിൽഡ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യു ബിൽഡ് ദ പീപ്പിൾ. നിങ്ങൾ ആരെ ബിൽഡ് ചെയ്താൽ മതി? പീപ്പിളിനെ ബിൽഡ് ചെയ്താൽ മതി. ആൻഡ് ദെൻ പീപ്പിൾ ബിൽഡ് ദ ബിസിനസ്. ആര് ബിസിനസ് ഉണ്ടാക്കി തന്നോളൂ? ആൾക്കാർ. നമ്മുടെ പ്രശ്നം എന്താണ്? കുറെ ആൾക്കാരെ കൊടുന്നാണ് ഒന്ന് വായിടലല്ല. ആ വന്നോനെ നമ്മൾ എന്ത് ചെയ്യണം? നെർച്ചർ ചെയ്യണം. അതിക്ക് എന്താ വേണ്ടത്? അവരുടെ പേഴ്സണാലിറ്റിയില്, അവരുടെ സ്കില്ലില്, അവന്റെ നോളജ് ലെവല്. എന്താ KPR കൂടണം? എന്താ KPR പറഞ്ഞാല് നോളജ് പെനട്രേഷൻ റേഷ്യോ. വേണമെങ്കിൽ KPR കൂടണം. നമുക്ക് എപ്പോഴും വിവരം വേണം. വേണ്ടേ? ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് വിവരം വേണ്ട. ദാറ്റ് ഈസ് KPR കൂട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ SEP എന്ന് പറയും, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയും. അല്ലെങ്കിൽ KPR നോളജ് പെനട്രേഷൻ റേഷ്യോ. അത് കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഇന്നത്തെ മനുഷ്യനാവരുത്, നാളെയുടെ വിവരമാവരുത്, മറ്റന്നാൾ. ഓരോ ദിവസം പുതിയ പുതിയ വിവരങ്ങൾ, ആശയങ്ങൾ. ഈ ബിസിനസ് എങ്ങനെ നന്നായി ചെയ്യാം എന്നതിന്റെ ഓരോ സാധനങ്ങൾ. The true test of recruitment is in filling a position. It is filling with the right talent. ഒരു വ്യക്തി പറഞ്ഞ വാക്കാണ്. അതായത് ഈ ബിസിനസിന്റെ യഥാർത്ഥ മർമ്മം എന്ന് പറഞ്ഞാല് ആളെ എണ്ണം തയ്ക്കലല്ല, നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിന് പറ്റുന്നവനെ തെരഞ്ഞു പോയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കലാണ്. മനസ്സിലായോ? ആളെ എണ്ണം തേക്കൽ എവിടെ? നമ്മൾ എണ്ണെടുക്കാനല്ലോ സ്കൂളിൽ ആൾക്കാരല്ലേ, ആ ബാലവടിയിൽ അവിടെ ഇവിടെ എന്ത് ചെയ്യും? 5 ആൾ വരുന്നുണ്ട്, എണ്ണെടുക്കാൻ 10 ആൾക്കാരെ ഇരുത്തിക്കൊടി ഇരുത്തി എണ്ണെടുത്തിനൊക്കെ എന്ത് ചെയ്യാം? തിരിച്ച് പോകാം. അങ്ങനെ നമ്മളെ ആട്ടിച്ചാൻ വേണ്ടി കോപ്രാദയം എടുക്കുന്ന മാതിരി എണ്ണം തേക്കുന്ന പരിപാടിയല്ല ഏത് മൈനേഴ്സിലെ ബിസിനസ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. എന്റെ ലീഡറുടെ എണ്ണത്തിൽ പെടുന്ന വണ്ണമുള്ള വസ്തുവായിട്ട് ഞാൻ മാറണമെന്ന് ആര് വാശി എടുക്കണം? നിങ്ങൾ എടുക്കണം. ഇല്ലെങ്കിലോ ലീഡർ എണ്ണുന്ന സമയത്ത് നിങ്ങളെ കൂട്ടാതെ എണ്ണിക്കാളും. അതുകൊണ്ട് ലീഡർ എപ്പ എണ്ണിയാലും ആ എണ്ണത്തിൽ ഞാൻ ഉണ്ടാവണം എന്ന വാശി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ലീഡറുടെ വിജയത്തിലെ ഏറ്റവും വലിയ ലീഡറായി നിങ്ങൾ മാറുന്നുണ്ടായിരിക്കും. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടുക, മറ്റുള്ളവരെ കൂട്ടുക എന്ന് മാത്രമല്ല. സിൻസ് വി ഡു നോട്ട് ടേക്ക് അതായത് അവന്റെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കി നിങ്ങൾ അവൻ എന്ത് ചെയ്യണ്ട? ചെറുതായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? ഒരു പക്ഷെ അവന്റെ മനസ്സൊക്കെ മാറി നല്ലൊരു രൂപത്തിലേക്ക് അവൻ വരാൻ താല്പര്യമുണ്ടെങ്കിൽ there may be a new history. എന്ന് മാത്രമല്ല, മൂന്നാമത് ചൈനീസ് പ്രോവർബ് പറയുന്നത്, if you pay peanuts you get monkeys. നീ കൊടുക്കുന്നത് പീനട്ട് ആണെങ്കിൽ, കടലമുട്ടായി കൊടുത്താൽ നിനക്ക് എന്തേ കിട്ടുള്ളൂ? മങ്കീസ് എന്ന് പറഞ്ഞാല് കുരങ്ങന്മാർ മാത്രമേ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുള്ളൂ. നിന്റെ ബിസിനസ്സിൽ കുരങ്ങന്മാർ വേണോ? വേണ്ട. ലയൺസ് ആണ് വേണ്ടത്. പുലികൾ വേണം, നരി വേണം, സിംഹം വേണം. ആണോ അല്ലേ? എങ്ങനെ സിംഹം വരല്? പീനട്സ് കൊടുക്കുന്നത് നിർത്തണം, സോപ്പും കച്ചവടം നിർത്തണം. എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് മാത്രമല്ല, നിങ്ങൾ പ്രൊഡക്ടിവിറ്റിയെ സെല്ല് ചെയ്യണം, ഓപ്പർച്യൂണിറ്റിയെ സെല്ല് ചെയ്യണം, സ്വപ്നങ്ങൾ വിൽക്കണം, സാധ്യത വിൽക്കണം. നിങ്ങൾ വെക്കുന്നത് വെറും കടലമണിയാണ്. നിങ്ങളെ കൂടെ ആരേ വരുള്ളൂ? monkeys only. So monkeys are behind the peanuts, but the lions are behind the legends. Clear? So seriously നിങ്ങൾ മനസ്സിലാക്കുക. വലിയ വിജയങ്ങൾ എന്ന് മാത്രമല്ല, സ്റ്റീഫൻ ആർ കവി The 7 Habits of Highly Effective People എഴുതിയ പുസ്തകത്തിൽ എഴുതിയ അദ്ദേഹത്തിന്റെ വലിയാണ്
If you can hire people whose passion interest with the job, they won't require any supervision at all, and they will manage themselves better than anyone could have ever managed. What was internal, not external. ജീവിതത്തിൽ നല്ല തീരുമാനവും കാപ്പബിലിറ്റിയും കപ്പാസിറ്റി ഉള്ള മനുഷ്യനെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അവന്റെ ബാക്കിൽ പണിയെടുക്കേണ്ടി വരില്ല. കാര്യം എന്താ? അവൻ ഇതിനെ രണ്ടറ്റം കണ്ടിട്ട് എന്ത് ചെയ്തോളൂ, അടങ്ങുള്ളൂ. അല്ലാത്തവന്റെ ബാക്കിൽ തിരിച്ച് റെഡിയായി അന്ന് അവൻ പെരിക്ക് എത്തി. പിന്നെയും പറയും ഞാൻ ഈ ബിസിനസ് ഇന്നെ കൊണ്ട് ഈ പറഞ്ഞു. അപ്പൊ വീണ്ടും മോട്ടിവേഷൻ, ഒരു മോനെ മോട്ടിവേഷൻ ആണല്ലേ. അങ്ങനെ അവൻ പിറ്റേന്ന് അവൻ ആറ്റു നോറ്റു കൊടുന്ന് ഇതേപോലത്തെ ക്ലാസ്സിലേക്ക് ദിവസം മുമ്പിലൊക്കെ ഇരുത്തി റെഡിയാക്കി വെച്ചിട്ട് അവൻ പെരിക്ക് എത്തിയിട്ട് പറയും എന്നോട് എളാപ്പ പറഞ്ഞിങ്ങനെ നല്ലൊരു വിസ ഉണ്ടാവില്ല, 50,000 രൂപ എല്ലാ ചെലവും ഇത് ബാക്കിയാവല്ലോ. അവനെ അവൻ എന്താ കാട്ടിലെന്നറിയോ? മനസ്സിലായോ? അങ്ങനെ അത് പറഞ്ഞ കുറെ ആൾക്കാർ ഓർമ്മന്നില്ലേ? ഒരു ഒരൊക്കെ കൈക്ക് തന്നപ്പോ അവനെ പോയി നിർത്തലം കൊടുക്കും. നിങ്ങള് ഇത് നിങ്ങളെ നിർത്തലൊക്കെ തരങ്ങൾ ലീഡർക്കും പൂതിണ്ടാവും ചോദിച്ചു നോക്കേണ്ടി. അതേമാതിരി ചില കാട്ടിക്കൊണ്ടു. സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞത്, സ്റ്റീഫൻ ആർ കെവി പറഞ്ഞത്, ഈ കപ്പാസിറ്റി ഉള്ളവനെ കൊടുന്നാൽ ദയർ മോട്ടിവേഷൻ ഈസ് ഇന്റേണൽ. അവന്റെ എനർജി ഉള്ളുന്ന് വരുന്നതാ, നോട്ട് എക്സ്റ്റേണൽ. എവിടുന്നല്ല, പുറമൊന്നും ഒരാൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ സ്വയം തീരുമാനിക്കും. കണ്ടില്ലേ? They won't require any supervision at all. അവന്റെ ബാക്കിൽ ടോർച്ച് എടുത്ത് നടക്കണ്ട. അജാണ്ട് പോകേണ്ടത് ശരിയാണോ, അവൻ പറഞ്ഞത് തെറ്റാണോ തെരഞ്ഞു നടക്കണ്ട. കാരണം എന്താ? അവൻ വൃത്തിക്കുള്ളതേ ചെയ്യുള്ളൂ. മാങ്ങാത്തൊലി കളി കളിച്ചാൽ ഈ ബിസിനസ് കൊള്ളാവുന്ന എനിക്കറിയാം. അതുകൊണ്ട് എന്തില്ല, ഒരു ആറാമ്പർപ്പവും കളിക്കില്ല. കാരണം എന്താ? ഈ ബിസിനസ് ചെയ്യാൻ വന്നവനെ അവന്. എന്നാ ചിലരോ ബിസിനസ് വന്നിട്ട് ബിസിനസ് അല്ല ചെയ്യല്, അവന്റെ ചില ബിസിനസ് ചെയ്യും അവിടെ. അതാരാണ്? ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത. മനസ്സിലായോ? അതുകൊണ്ട് ഈ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം തെറ്റില്ലാതെ നിങ്ങൾക്ക് വേണ്ടതാണ്. അവിടെ വാരൻ ബഫറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, വി ലുക്ക് ഫോർ 3 things when we hire people. ജനത്തെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായി 3 സാധനം നോക്കാറ്. ഒന്ന്, വി ലുക്ക് ഫോർ ഇന്റലിജന്റ്, നല്ല തലച്ചോറുള്ളവൻ. വി ലുക്ക് ഫോർ ഇനീഷ്യേറ്റീവ്, ഏത് കാര്യം ഇനീഷ്യേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കും. ആൻഡ് വി ലുക്ക് ഫോർ ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സത്യസന്ധതയും ആ നല്ല ഒരു എന്താ പറയാ ജീവിതത്തിലെ ഒരു ധർമ്മം പുലർത്തുന്ന മനുഷ്യനല്ലേ, ഒരു ധർമ്മം സംസ്ഥാപനം. നമ്മൾ ഏത് മതക്കാരനാണ് വിശ്വാസമാണെങ്കിൽ നമുക്കൊരു ധർമ്മബോധം, ഒരു നീതിബോധം ഉണ്ടാകും. ആണോ അല്ലേ? ഞാൻ കാരണം എന്ത് ചെയ്ത് ഒരാൾക്ക് പ്രശ്നം വരരുത്, അല്ലെ? അവന്റെ മനസ്സ് വിഷമിക്കരുത്, എനിക്ക് അവകാശപ്പെടാതെ ഞാൻ തൊടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു നീതിബോധം ഉണ്ടല്ലോ. ഇങ്ങനെ 3 തരത്തിലും നിങ്ങൾ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാരൻ ബഫറ്റ് പറഞ്ഞ വാക്യതാണ്, ആൻഡ് ഇഫ് ദേ ഡോണ്ട് ഹാവ് ദ ലാറ്റർ, ഈ അവസാനത്തെ സാധനം ഈ 3 വിളിക്കുന്ന സമയത്ത് 2 ക്വാളിറ്റിയും ആ ലീഡർക്ക് ഉണ്ട്, 3ാമത്തെ ഇല്ലെങ്കിൽ the first 2 will kill you. ആദ്യത്തെ 2 കപ്പാസിറ്റി മാത്രമുള്ളവൻ നിന്റെ നിർന്തര തന്നെ പൊളിക്കും. മനസ്സിലായോ? ഒരു ലീഡറെ ചീസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ആ ലീഡറിൽ നമ്മൾ കാണേണ്ട ക്വാളിറ്റി ഏതാണ്? ഇന്റഗ്രിറ്റിയാണ്. അവൻ നല്ല തന്റെയാണോ? ഗുഡ്. ഇനീഷ്യേഷൻ ഉണ്ടോ? എക്സലന്റ്. ഇഫ് ദർ ഈസ് നോ ഇന്റഗ്രിറ്റി, ഒരു നീതിബോധവും ധർമ്മബോധവും, നമ്മളൊരു മനുഷ്യനാണ്, നമ്മളും ഇടപെടുന്ന മനുഷ്യന്മാരോടാണ്, അതിനൊരു പക്വതയും പാകതയും ഒരു പേഴ്സണാലിറ്റിയും ഒരു ക്വാളിറ്റിയും ഇല്ലെങ്കിൽ നേരത്തെ 2 സാധനം ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ ലീഡർമാരോട് പെരുമാറുമ്പോൾ. ഒരു ഇന്റഗ്രിറ്റി, ഒരു പേഴ്സണാലിറ്റി, നമ്മൾ നമ്മുടെ താഴേക്കും മേലേക്കും സൂക്ഷിക്കുക. വെരി ഇമ്പോർട്ടന്റ്. അടുത്ത പോയിന്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. എന്താ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്? സെയിൽസും മാർക്കറ്റിംഗും, അല്ലെ? ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അങ്ങോട്ടും കിടക്കൊന്ന് ഷെയ്ക്കാണ്ട് ചെയ്താണ്, അങ്ങോട്ടും കിടക്കൊന്ന് ഷെയ്ക്കാണ്ട് ചെയ്തിട്ട് ഒക്കെ പുറത്തൊക്കെ തട്ടി കൊടുത്താണ്. പുറത്തെ 4 കുത്തൊക്കെ കൊടുത്താണ്. ജീവണ്ട നോക്കട്ടെ. ഓക്കെ, മ്യൂസിക് കേട്ട് 2 ആട്ടക്കാരന്റെ. പക്ഷെ നമ്മുടെ ക്ലാസ് ലാസ്റ്റ് എൻഡിലേക്ക് എത്തി, അവസാനത്തെ സ്ലൈഡിലാണ്. സിറ്റ് ഡൗൺ. ഓക്കെ പ്ലീസ്. ഇനി വരാൻ പോകുന്നത് കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതുവരെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയാക്കാവുന്നതാണ്. ഇനി കാശ് ഉണ്ടാക്കണം. ആണോ? കാശ് വേണോ? പൈസ പൈസ മേ ബാരിഷ് കർ ദോ പൈസോ കി എന്ന് പറഞ്ഞ ഹിന്ദി പാട്ടുണ്ട്. മഴ വർഷിക്കും പൈസയായി. സോ സീരിയസ്ലി, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. എന്താണ് സെയിൽസ്, എന്താണ് മാർക്കറ്റിംഗ്? ഇത് വലിയ കുറച്ച് സബ്ജക്റ്റാണ്. കുറച്ച് ഭയങ്കര ടഫ് ടെറർ സബ്ജക്റ്റാണ്. ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ വലിയ വലിയ ഇന്റർനാഷണൽ കമ്പനികൾക്കൊക്കെ ചുരുങ്ങിയത് 1 മണിക്കൂർ 25,000 ഞാൻ വാങ്ങും. ആ സ്ലൈഡ് നിങ്ങൾക്ക് വെറുതെ തരികയാണ്. കായ് വാങ്ങിക്കൊണ്ട് കാക്കാം. ഇതേ സാധനം ഞാൻ എന്റെ ടീമിന് ക്ലാസ് കൊടുത്തു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇതേ സ്ലൈഡ് എന്റെ കൂടെ ഒരാൾ ഞാൻ കാണിച്ചു തരാം. നാളെ വയനാട് വലിയ റിസോർട്ടിൽ ഒരു ക്ലാസ് ഉണ്ട്. അത് ഒരു ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെയുള്ള വലിയൊരു കമ്പനി ആയിരുന്നു. അതിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവിനുള്ള ട്രെയിനിങ് ആയിരുന്നു. അതേ ട്രെയിൻ ഞാൻ കൊണ്ടുപോയി. എന്റെ കൂടെ വന്ന ഡ്രൈവറിന്റെ വണ്ടിക്കാശ് വരെ 6,000 രൂപ വാങ്ങിയത്. അതായത് 5,000 രൂപ അവർ നീനും 5,000 രൂപ വേറെ എന്തെങ്കിലും വട്ടക്കായിട്ടുള്ളതല്ലേ.
ഞാൻ എത്ര വാങ്ങില്ല ഞാൻ പറഞ്ഞില്ല. അതായത് ഞാൻ പറഞ്ഞ പോയിട്ട് സെയിം സ്ലൈഡ് ഞാൻ അവിടെ എടുത്തു. ഇങ്ങോട്ട് അതേ സ്ലൈഡ് 50 രൂപ എൻട്രി ഫീസ് വാങ്ങിക്കാൻ എന്ത് കൊടുത്തു. അതിൽ തന്നെ കുറെ ആൾക്കാർ കൊട്ടാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എന്താ ഉപ്പ ഇയാള് പറഞ്ഞത്? നാം മറ്റോടത്തോ ഫുള്ളുള്ളത് എന്താണ് റീജിയണൽ മാനേജർമാർ മുന്നത്തെ സോഫിൽ മാത്രം അതിനാക്കിയപ്പോൾ ഡിസ്ട്രിക്ട് മാനേജർമാർ എങ്ങനെ ലെയർ ആയിട്ട് ഇരിക്കുന്നതാ. അവിടെ നമ്മൾ 1 മണിക്കൂർ ഒരു നടത്തം അങ്ങോട്ടും ഒരു നടത്തം അങ്ങോട്ടും 2 വിറ്റൊക്കെ അടിച്ചിട്ടുള്ളൂ. പക്ഷെ പോകുമ്പോ നല്ലൊരു കട്ടിയുള്ള കവറേറ്റ് പോയി ഇങ്ങനെ എണ്ണ പോകുന്ന വയനാട്ടിൽ രസകരമായി തിരിച്ചു പോകുന്നു. മനസ്സിലായോ? അപ്പൊ സ്ലൈഡ് ചെറുതല്ല, കഴിവുള്ള കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ടാവും. സോ വാട്ട് ഈസ് ആക്ച്വലി ഡയറക്ട് സെല്ലിംഗ്? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാല് ഒന്നാമത് ഇറ്റ് ഈസ് എ വേ ഓഫ് മാർക്കറ്റിംഗ് വെൻ പേഴ്സൺസ് റെക്കമെൻഡ് ആൻ ഐഡിയ ഓർ പ്രൊഡക്റ്റ് ഇൻ ഹിസ് ഓൺ ഫ്രണ്ട്സ്. തന്റെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ പ്രൊഡക്ട്സുകളോ സർവീസുകളോ അതല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയോ സർവീസ് ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന ഒരു മാധ്യമമാണ് ഡയറക്ട് സെല്ലിംഗ്. ഞാൻ അവിടേക്ക് വരുന്നുള്ളൂ. നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വരെയാണ്. സോ നമ്മൾ ഫസ്റ്റ് സെയിൽസ് ചെയ്യുന്നത് എന്തിലാണ്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണ്. എന്ന് മാത്രമല്ല ഇടത്തട്ടുകാരെ ഒഴിവാക്കുന്ന ഒരു പ്രൊജക്ട് ആണ് അത്. എന്ന് മാത്രമല്ല ആൻഡ് ഇൻകം ഫ്രം അവർ എക്സ്പെൻസ്. ഇത് വലിയൊരു പോയിന്റ് ആണ്. അതായത് നമ്മുടെ എക്സ്പെൻസിൽ നിന്ന് എന്തുണ്ടാക്കുക? നമ്മളുടെ ഇൻകം ഉണ്ടാക്കുക. വരവിൽ നിന്ന് ചെലവേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷെ ചെലവിൽ നിന്ന് വരവ് കിട്ടുന്നു. ഉദാഹരണമായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് തക്കാളിയും ഉള്ളിയും പച്ചക്കറിയും മീനും ഇറച്ചിയും സാധനം വാങ്ങിയാൽ അതിനെ വരവ് എന്നാ പറയാ, ചെലവ് എന്നാ പറയാ? ചെലവ് അല്ലെ? നിങ്ങൾ ലെക്സ് സോപ്പ് വാങ്ങി കുളിച്ചു, അതേപോലെ കോൾഗേറ്റ് വാങ്ങി പല്ല് തേച്ചു ഒക്കെ ചെയ്താൽ അതിനെന്ത് പറയും? വീട്ടിലേക്കുള്ള ചെലവ്. സോപ്പാണ്ട് മാറ്റിയാലോ വരവാണത്. തിരിഞ്ഞില്ല? വരവിൽ നിന്ന് ചെലവ് നടത്തിയ മനുഷ്യനെ കൊണ്ട് ചെലവിൽ നിന്ന് വരവുണ്ടാക്കിയ കമ്പനിയുടെ പേരാണ് MIL ഐൻസ്റ്റൈൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? വന്ദിക്കുകയാണ് സംസാരം അല്ലെ? കുറച്ച് തർക്കശാസ്ത്രം പഠിച്ചു, ലോജിക് പഠിച്ചു മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇതുവരെ കേട്ടത് എന്താണ്? യെസ്, നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനം മുഴുവൻ നമുക്ക് എന്താണ്? ചെലവാണ്. പക്ഷെ കമ്പനി മാറ്റിയാൽ അത് മുഴുവൻ എന്തായി? വരവാണ്. ഏതൊക്കെ അർത്ഥത്തിൽ? ഒന്ന്, നമ്മുടെ ആരോഗ്യം ഒരു വരവാണ്. രണ്ടാമത്തെ ഒന്ന്, നമ്മുടെ ബിസിനസ് വോളിയം കയറിയാൽ ബാങ്കിലേക്ക് അതൊരു പൈസയാണ്. മൂന്നാമതൊന്ന്, ഈ സാധനം മാർക്കറ്റിംഗിൽ സജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കോൺഫിഡൻസ് കൂടിയാൽ ബിസിനസ് വളർത്താൻ ഇതൊക്കെ നമുക്ക് എന്താണ്? വരവായി മാറുകയാണ്. അതുകൊണ്ട് എക്സ്പെൻസിൽ നിന്ന് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിന്റെ പേരാണ് എന്ത്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ വേ ഓഫ് മാർക്കറ്റിംഗ്. ഒരു പ്രത്യേക പ്രൊഫഷണൽ വേ ആണ്. അതുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇതിലൊരു ചോദ്യം പ്രധാനമാണ്. എന്താണ് ചോദ്യം? വൈ ഡയറക്ട് സെല്ലിംഗ്? ഈ സാധനം അറിഞ്ഞില്ലെങ്കിൽ ജന്മത്തിൽ ഒരിക്കലും നമ്മൾ ബിസിനസ് എവിടെ ചെയ്താലും എത്തൂല. ഒന്നാമത്തെ ഉത്തരം, സിംപ്ലസ്റ്റ് ഓപ്ഷൻ ഫോർ എ കോമൺ മാൻ. ഒരു സാധാരണക്കാരന് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കോമൺ മാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയ ഒരു വേ ആണ് ഇത്, ഡയറക്ട് സെല്ലിംഗ്. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ജോലിയുടെയും വരുമാനത്തിന്റെയും മേഖല നോക്കിയാൽ 100,000 സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ആണോ അല്ലെ? പക്ഷെ ഒന്നും ചെയ്യാൻ നമ്മുടെ എഡ്യൂക്കേഷൻ മതിയാവില്ല, നമ്മുടെ പ്രായം മതിയാവില്ല. ആണോ അല്ലെ? ഇപ്പൊ ആർക്കെങ്കിലും ഒരു IAS എക്സാം എഴുതി ഇങ്ങനെ പോകാനുള്ള കപ്പാസിറ്റി ഇല്ല. മേ ബി നമ്മുടെ ഏജ് അനുവദിക്കില്ല, അല്ലെങ്കിൽ സാഹചര്യം അനുവദിക്കുന്നില്ല. അതേപോലെ തന്നെ പല കമ്പനികൾക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് ഭയങ്കര നമ്മളുടെ എയർ ഹോസ്റ്റസ് അതിനൊരു വയസ്സുണ്ട്. ആണോ അല്ലെ? ഇതുപോലെ ഓരോ കമ്പനിയുടെ തസ്തികൾക്കും ഇൻ ബിറ്റ്വീൻ ഇത്ര വയസ്സ്. ആണോ അല്ലെ? ഇല്ലേ? പക്ഷെ മൈലേഷ്യയുടെ ഒരു വയസ്സിന്റെ പ്രശ്നമുണ്ടോ? എഡ്യൂക്കേഷന്റെ പ്രശ്നം, തറവാട്, ഒരു സാധനം പ്രശ്നമല്ല. നിങ്ങൾ ആലോചിക്കുക, ഒരു കോമൺ മാൻക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി. രണ്ടാമതോ, എ പെർഫെക്റ്റ് പാർട്ട് ടൈം ഓർ ഫുൾ ടൈം കരിയർ. നിങ്ങൾ ആലോചിക്കുക, പാർട്ട് ടൈം ജോലി താല്പര്യമുള്ള ആളുകൾക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലാതെ നല്ലൊരു ഓപ്ഷൻ വേറെ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് കാര്യം എന്താണ്? ആ മനുഷ്യർക്ക് ഏറ്റവും സുന്ദരമായിട്ട് തന്റെ ജോലിക്ക് പ്രയാസം വരാത്ത രൂപത്തിൽ ഏത് ചെയ്യാം? ഡയറക്ട് സെല്ലിംഗ് ചെയ്യാം. പക്ഷെ 2 ജോലി ഒപ്പം ചെയ്താലുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോൾ, ഞാനൊക്കെ ഇവിടെ ആർട്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ രാവിലെ വേറെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇവിടെ കൃത്യ ടൈമിൽ ആ പീരീഡ് ആകുമ്പോൾ ഓടി എത്തി വരേണ്ടി വരും. ചില സമയം ഫുൾ ടൈം ആയിട്ട് ഇവിടെ ഉണ്ടാവില്ല. അതായത് ഡേ ടു ഈവനിങ് വരെ ഉണ്ടാവുന്ന ദിവസമുണ്ട്, ചില സമയത്ത് ഉച്ചക്ക് വരുന്ന ദിവസമുണ്ട്. അപ്പൊ ഞാൻ അന്ന് ലാംഷെയർ കോളേജ് എന്നിട്ട് വേറെ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ PG ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടായത് ഡിഗ്രി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് മണിക്കൂർ തെറ്റാതെ ഇവിടെ എത്തണം. അതിന്റെ ഇടയിൽ തിന്നോ കുടിച്ചോ ഉറങ്ങിയോ ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഡബിൾ ജോലി എടുക്കാൻ അപാരം ഹാർഡായിരുന്നു. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ആണെങ്കിലോ സുഖസുന്ദരമായിട്ട് എനിക്ക് ഓടിയെത്താം. ഇല്ലെങ്കിൽ എന്റെ ലീഡറെ എനിക്ക് സജസ്റ്റ് ചെയ്യാം, സാറേ നിങ്ങൾ നേരെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ എത്താം. പറ്റൂലേ? നേരെ പക്ഷെ എനിക്കൊരു കോളേജിലാണെന്നുണ്ടെങ്കിൽ, സാറേ ഞാൻ മലയാളത്തിന്റെ മാഷിനെ വിളിച്ചിട്ട് പറയാം, ഇന്റെ ഇംഗ്ലീഷ് കുറച്ച് കണ്ടെടുത്താൽ ഞാൻ വരുമ്പോൾ നിങ്ങളെ മലയാളം വായിച്ച് ഞാൻ ഇംഗ്ലീഷ്, അങ്ങനെ പറ്റുമോ? There is no second option.
അതുകൊണ്ട് ഞാൻ സീരിയസ്ലി പറയുന്നത് പാർട്ട് ടൈം വർക്ക് സുഖസുന്ദരമായിട്ട് പ്രയാസമില്ലാതെ തുടങ്ങാൻ പറ്റിയ പ്രൊജക്ട് കൂടിയാണ് ഇത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. മൂന്നാമത്തേത് പറഞ്ഞാൽ എക്സ്ട്രാ ഇൻകം. ഉള്ള വരുമാനം ഓക്കെ, പക്ഷെ ഒരു അഡീഷണൽ ഇൻകം താല്പര്യം ഉണ്ടെങ്കിൽ അതും ഏതാ നല്ലത്? മൈ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പറ്റിയ കമ്പനിയുടെ പേര് മൈ ലൈഫ് സ്റ്റൈൽ. എന്താ എക്സ്ട്രാ ഇൻകത്തിന്റെ ആവശ്യം? ചെലവ് വാണകൂട്ടന്മാര് മേലക്കാണ്, ആണോ അല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കുക. 2 രൂപക്ക് ചായ കുടിച്ച ആൾക്കാർ കൈ നോക്കിക്കാണ്. 2 രൂപക്ക് ചായ കുടിച്ച ആൾക്കാർ, 10 രൂപക്ക് വീട്ടിലേക്ക് മീൻ വാങ്ങിയ ആൾക്കാർ, 2 രൂപക്ക് വീട്ടിൽ നമ്മളെ ബസ്സിൽ യാത്ര ചെയ്ത ആൾക്കാർ, ലോക്കൽ ചാർജ് കൊടുത്ത ആൾക്കാർ, ഓക്കെ, ഏകദേശം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ? ഓർമ്മ ഈ സാധനമൊക്കെ അല്ലെ? 10 രൂപക്ക് ഹോട്ടലിലെ ഊണ് കഴിച്ച ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓർമ്മയുണ്ടായി? ഈ നാളുകൾക്ക് ഓർമ്മയില്ലേ? അവിടുന്ന് ഈ നാളിലേക്ക് വന്നത് എപ്പോഴാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ലോക്കൽ ചാർജ് 15 മാറിയത്, ചായക്ക് 15 മാറിയത്, അല്ലെങ്കിൽ 10 മാറിയത്, ഊണ് 60, 80, 100 മാറിപ്പോയത് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലതാമസമാണ് അല്ലെ? അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി ഇതിമ നിൽക്കോ ഇത്? നിങ്ങൾ ശരിക്കും ഒരു 10 വർഷം കൊണ്ട് കഴിഞ്ഞാൽ ചായക്ക് എത്രയാകും? നോക്കണം, ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഒരു ചായ കുടിക്കാൻ പോലും നിന്നുള്ള വരുമാനം മതിയാവൂലെന്നോ? ഓർമ്മയുണ്ടാകും. 50 രൂപയുടെ താഴെ മതിയായിരുന്നു ഒരു വീട് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ, ആണോ അല്ലേ? കുറച്ചു കാലം മുമ്പ് അല്ലെ? അന്ന് നമുക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നമ്മളൊക്കെ ഒരു ഡബ്ബയോ ടിന്നോ അമ്മച്ചി തരും, ആണോ അല്ലേ? അതിലാ നമ്മൾ എന്തെങ്കിലും വെളിച്ചെണ്ണ കൊണ്ടുവരില്ല. എന്നിട്ട് ചോദിക്കും അവരെന്ത് എത്ര വേണം? നമ്മൾ പറയും 200 ഗ്രാം മതി, അല്ലെങ്കിൽ എത്ര മില്ലി മതി, എത്ര ലിറ്റർ മതി, നമ്മൾ പറയുന്ന കണക്കാണ്, ആണോ അല്ലേ? ഇന്ന് നമുക്ക് വേണ്ട തക്കാളി അല്ലെ തീരുമാനിച്ചത് സൂപ്പർ മാർക്കറ്റിലാണ്, ആണോ അല്ലേ? ശശി സാർ നമ്മൾ ചെന്ന കുറച്ച് തക്കാളി എടുത്തോ, തക്കാളി 1.5 ഗ്രാം വാങ്ങിക്കല്ലോ, നമ്മൾ കുറച്ച് ഉള്ളി കൊടുത്തോ, ഉള്ളി 2.30 ഉള്ളൂ, ആണോ അല്ലേ? നമ്മള് സാധനത്തിന്റെ പേര് മാത്രം, കൊണ്ടോണ്ട അളവും തോതും ആര് തീരുമാനിക്കും? സൂപ്പർ മാർക്കറ്റ്, ആണോ അല്ലേ? ആ ചെലവിന്റെ ഒടുക്കത്തില് അടുത്തത് അങ്ങാടിന്ന് പറഞ്ഞ സാധനത്തേക്ക് അറിയോ? 1/4 കിലോ തക്കാളി കിട്ടൂല, 5 കിലോ തക്കാളിന്റെ സെറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനത്തെ സാധനം വരും, വന്നാലും മനസ്സിലാവും. ഇപ്പൊ തിരിഞ്ഞിട്ട് ഞങ്ങൾക്ക് വരും. ആ ഒറ്റ തക്കാളികളൊക്കെ മാറും, മനസ്സിലായോ? ബംഗാളികളുണ്ട് നമ്മളുടെ സേട്ട 2 തക്കാളി 2 ഫുള്ളി, അതൊന്നും ഉണ്ടാവില്ല. ആ സേട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടി അവര് തന്നെ കിറ്റാണ്ട് കൊണ്ടുപോണ്ടി വരും, ആണോ അല്ലേ? വെളിച്ചെണ്ണി വാലി അങ്ങനെ ആയില്ലേ? ആ തക്കാളിയൊക്കെ ആവുമ്പോൾ മനസ്സിലായി. അപ്പൊ മനസ്സിലാവും ഇപ്പത്തെ ചെലവ് പോരാണ് കേട്ടോ. അങ്ങനെ സീരിയസ്ലി നിങ്ങളോട് പറയുന്നത്, ചെലവ് വാണം പൊട്ട പോലെ മേലോട്ട് പോവാണ്. അപ്പൊ ഒരു അഡീഷണൽ ഇൻകം വന്നാലേ ഇനി നമുക്ക് എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെയ്യുന്ന ജോലിയിലൂടെ അധിക വരുമാനത്തിന് പറ്റിയ പ്രൊജക്ട് ആണ് ഇത്, ഡയറക്ട് സെല്ലിംഗ്. 4ാമത്തെ സാധനമാണ് എന്ത്? എക്സ്ട്രാ ടൈം. ഒരുപാട് സമയം നമുക്ക് കിട്ടും. എങ്ങനെ ടൈം കിട്ടാല്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരും നമ്മൾ നടത്തുന്ന ശരിക്കും ബിസിനസ് ആണ്, ആണോ അല്ലേ? ഈ ബിസിനസ് നിൽക്കുന്ന സമയത്ത് നമുക്ക് അവസാനം പിഞ്ഞാന്നോ നല്ല എവിടെയോ ഒരു ടൂർ സാർ പറഞ്ഞ ടൂർ പോയിട്ടില്ല? പറഞ്ഞിട്ടില്ല. ഇതൊരു ടൂറിന്റെ അടുത്ത് പോയിരുന്നു. പക്ഷെ ദൂരത്തിൽ ഞങ്ങൾ ക്ലാസ് വേണ്ടി തിരിച്ചു വന്നിട്ടാണ്. പക്ഷെ എവിടേക്ക് ഒരു ലീഡർ ടൂർ പോകണം? ഇപ്പൊ അമേരിക്കയിൽ നിന്നു 2 കൊല്ലത്തിനെടുത്താല് മിസ്റ്റർ മുബീൻ സാർ ബിസിനസ് താഴത്തിന്റെ മേലൊക്കെ ഇതേപോലെ യൂസുഫ് അലി ചെയ്തു നോക്കട്ടെ. അംബാനിയോട് ചെയ്യാൻ പറയും. തിരിഞ്ഞു നോക്കാതെ ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ തന്റെ ബിസിനസ്സിലെ 100% കണ്ണടച്ചിട്ട് ഒരു ട്രഡീഷണൽ ബിസിനസ്മാന് മാറി നിൽക്കാൻ പറ്റുമോ? പക്ഷെ ഡയറക്ട് സെല്ലറിന് മാറിക്ക താഴത്ത് അതിനേക്കാൾ സ്വപ്നം ഉണ്ടാക്കിയാണ് പിന്നെ കൊടുത്തു വന്നത്. എന്നാലും കുഴപ്പമില്ല. ഇനി അടുത്ത കാലത്ത് കഴിഞ്ഞ നെക്സസ് പ്രോഗ്രാമിന്റെ സമയത്ത് ഒരാൾ വന്ന് കണ്ടു പറഞ്ഞു, കമ്പനി തുടങ്ങിയ അന്നേ എനിക്ക് സീലിംഗ് ആണ്, ഇതുവരെ സീലിംഗ് മുടങ്ങിയിട്ടില്ല. വേറെ ഒരാൾ വന്ന് കണ്ണടച്ച് കണ്ട് പറയേണ്ടത്, ഞാനും അങ്ങനെ തന്നെയാണ്, തുടക്കം തൊട്ട് ഇതുവരെ സീലിംഗ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഒപ്പമുള്ള ഇവരോട് ചോദിച്ചു, അവിടെയുള്ള പക്ഷേ NGCയുടെ ഒരു ഈ 2 സാധനത്തിന് ഒരു പ്രോഗ്രാമിലൊന്നും കാണൂല. ആ ഒരു പ്രോഗ്രാമിൽ ഒരു പള്ളി കമ്മിറ്റിയും പള്ളി പെരുന്നാളും കാര്യങ്ങളായിട്ട് അന്ന് 2013 തൊട്ട് തന്നെ എന്താണ് പള്ളി കമ്മിറ്റിയും പള്ളി പെരുന്നാൾ വളർന്നു. പക്ഷെ ഈ പാരിക്ക് ഇന്നും മുടങ്ങാതെ ആഴ്ചയിൽ 615 ആഴ്ച ഉസ്താദെ 2,10,000 615 2,10,000 കുടിച്ചു നോക്കിയിട്ട് ഉസ്താദ് 14 കോടി രൂപ വീക്കിലി ഇൻകം തന്നെ ആയി. വർച്ചോനെ മനസ്സിലായോ? ദാറ്റ് ഈസ് പവർ ഓഫ് ഡയറക്ട് സെല്ലിംഗ്. അതാണ് മൈ ലൈഫ് സ്റ്റൈലിന്റെ പവർ എന്ന് പറഞ്ഞത്. ഇതൊക്കെ തീരായിട്ട് ആ ചങ്ങായി പ്രവീൺചന്ദ്ര സാർ പറഞ്ഞേക്കാണ് 210 മാറ്റി 410. മക്കളെ ഞാനൊക്കെ ആ വണ്ടി ഇങ്ങോട്ട് നാട്ടിൽ എങ്ങനെ എത്തിച്ച് നിൽക്കാൻ അറിയില്ല. പണ്ടാ കാക്ക പറഞ്ഞ മതിയാണ്. വണ്ടി എങ്ങനെയാണ് കുത്തിയത്? ആദ്യം അൻസാറ് വിട്ട്, പിന്നെ കബീർ വിട്ട്, പിന്നെ നിയന്ത്രണം വിട്ട്. വലിയപ്പോ എന്തിനാ വണ്ടിയൊക്കെ കൊടുത്തത്? മനസ്സിലായില്ല? ആദ്യം 3ാമത് ആരാ വിട്ടത്? അപ്പൊ എന്താ വലിയപ്പോ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് അവന്റെയൊക്കെ കൊടുത്തത്? അതേമാതിരി ഇസ്മായിൽ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് നെക്സസ് കെജിന്റെ കാറായിട്ട് വന്നത് 4,10,000. വണ്ടി ഇങ്ങനെ തിരിയാണ്. 4,10,000 ഒരു ID. 4 സീലിംഗ് അടിച്ചാല് 16 ലക്ഷം. 16 ലക്ഷം × 3.
50 ലക്ഷം. ഒരു മാസം വീക്കിലി ഇൻകം മാത്രം 50 ലക്ഷം. പെർഫോമൻസ് ഒക്കെ അടിച്ച 1.5 കോടി. ഇങ്ങനെ തിരിച്ചു ഞാനിത് അടുപ്പിൽ ന്യൂസ് എന്തെങ്കിലും തിരിയുള്ളൂ, ഞങ്ങൾ തിരിയില്ല. ഞാൻ സത്യം പറയാം. ഞാൻ പറഞ്ഞ പോയിന്റ് ഓടിയൊക്കെ ഇങ്ങോട്ട് നോക്കിയില്ല. ചില സമയത്ത് തിരിഞ്ഞില്ല, നിങ്ങൾക്ക് ഒരു ജായിയാണ്. മനസ്സിലായില്ല? ഇത് നോക്കി 2:10 അല്ലേ? ഇതൊരു ഐഡിയയിലല്ലേ? ഇതെന്താകും? 4:10 ആകും അല്ലേ? ഒരു മാസത്തിൽ എത്ര വീക്ക് ഉണ്ട്? എത്ര ഇത് ഏകദേശം 16:40 അല്ലേ? ഇത് നമ്മൾ എന്താക്കി മാറ്റി ആളൊന്നോട്ടെ, നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ആക്കാം. പിന്നെ ഇതിനെന്താ ചെയ്യാ? എത്ര നമ്മൾ ഏകദേശം ഇപ്പൊ ഒരു ഐഡിയ അല്ലേ വന്നത്? ഇത് 3 കൊണ്ടിട്ട് കുടിക്കണം. ഏകദേശം എത്ര വരും അല്ലെ? പെർഫോമൻസും മറ്റുള്ള അലവൻസും ഒക്കെ കൂടി ഇത് എത്ര ഉണ്ട്? 50 ലക്ഷം. 3 ഐഡിയ അടിച്ചിന് ഇതും കണ്ടിന്യൂസ് സീലിംഗ്, ഇതും കണ്ടിന്യൂസ് സീലാണെങ്കിൽ നമ്മുടെ മന്ത്ലി ഇൻകം ഏതില് മാത്രം? ബൈനറി മാത്രം. ഇതിന്റെ പേരെന്താ? ബൈനറി ഹൈബ്രിഡ് മാത്രം. എത്ര? 50 ലക്ഷം. കമ്പനി നൽകുന്ന ഇൻകം എത്ര ചെയ്തിട്ടുണ്ട്? ഇൻകം കമ്പനിക്ക് 10 ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്. അതിൽ 9 ടൈപ്പ് നേരിട്ട് വേർത്തനുള്ളതാണ്. നിങ്ങൾക്ക് അറിയില്ലേ? അതിന്റെ സമയം ഉണ്ടെങ്കിൽ സാറ് പറയുന്നത് നമ്മുടെ സാറിന് ഈ 9 ടൈപ്പിലെ ഒരു ടൈപ്പാണ് ഏത്? ഇനി 8 ടൈപ്പ് വേറെ വരാനുണ്ട്. ഇത് കൂട്ടാൻ അറിയോ? എനിക്കറിയില്ലടാ. ഇത് കമ്പനി തന്നാൽ എന്താണ്? അതുകൊണ്ടാണ് മുബീൻ സാർ പറഞ്ഞത്, ഒരു ശരാശരി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഞാൻ ലോകത്ത് കണ്ട കണക്ക് പ്രകാരം ഒരു മാസം ചുരുങ്ങിയത് 100 കോടി ഉറുപ്പിക വരെ ഉണ്ടാക്കാൻ പറ്റിയ പ്രോജക്റ്റ് ആണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അവിടെയാണ് നമ്മൾ നിൽക്കുന്ന വലിയ വിഷയം. ഒരു മാസം 100 കോടി. എന്താ കഥ? ഞാൻ നോക്കി 35 കോടിയുള്ളൂ ഒരു ശരാശരി പ്രൈവറ്റ് ജെറ്റിന്റെ ആദ്യ ഷെയറിന്. ലക്ഷറി ഉള്ള നമ്മളുടെ ഇതിന് എത്ര വരുന്നുള്ളൂ? നമ്മുടെ ഹെലികോപ്റ്ററിന് എത്ര വരുന്നുള്ളൂ? ഒരു മാസത്തിലുള്ള വീക്കിലി എന്താ പറയാ നമ്മുടെ മാസ വരുമാനം ഫുള്ള് കണക്കൂട്ടി വെച്ചിരിക്കണേ. ക്രൗൺ അംബാസിഡറിലെ ഓൾറെഡി നമ്മൾ ഇത് കണക്കൂട്ടി വെക്കണ്ടേ? ഞാൻ നോക്കിക്കണേ. ഒരു പ്രൊഫഷണൽ സാധാ പൈലറ്റിന് 2 ലക്ഷം വെച്ച് തുടങ്ങും. ഹൈലി പ്രൊഫഷണൽ 4 ലക്ഷം വരുന്നുണ്ട്. മെയിന്റനൻസ് ഫ്ലൈറ്റ് ഇറക്കാൻ ഇത്ര. ഞാൻ ഫുള്ള് അതിന്റെ പാർട്സിന്റെ റേറ്റ് വരെ നോക്കിക്കണേ. ഞാൻ പറഞ്ഞു പരിപാടി കാണിച്ചത് ഇൻഷാല്ലാ. അല്ല വിഷയം ഞാൻ പറഞ്ഞത്, ആജാതി ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. സ്വപ്നം വേണ്ട നമുക്ക്. കത്തണം മക്കളെ. നിങ്ങളിത് കളിച്ചല്ലേ? നിങ്ങളെ മക്കളെ ജീവിതമാണ്. ജിന്ദഗി കാ സവാലേ ഭായ് ബഹനോ. ശരിക്കും കളിക്കരുത്. ഇത് നിങ്ങളൊന്ന് ആദ്യം കാര്യം മുറിക്കാറുണ്ടല്ലോ മക്കളെ. നമ്മളെ നാട്ടിൽ അങ്ങനെ പൂവിട്ട് പൂജിക്കും. നിങ്ങൾ പോണ വൈക്കിലൊക്കെ കല്ലെറിഞ്ഞവൻ പൂക്കൾ കൊണ്ട് പൂവരശ തീർത്ത് നിങ്ങളെന്ത് ചെയ്യും? സെലക്ട് ചെയ്ത് നിങ്ങൾ ആശീർവദിക്കും. ആണോ അല്ലേ? അതിന് ആദ്യം ഉണ്ടെന്ന് ഒരു സാധനം പൊന്തണം. അതാണ് ഇത് 2:10 കഥ. സോ സീരിയസ്ലി ഫൈനാൻഷ്യൽ ഫ്രീഡം. അത് ഫൈനാൻഷ്യൽ ഫ്രീഡം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. സീരിയസ്ലി എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെ കമ്പനിയുടെ വാക്ക് ഇങ്ങനെയാണ്, RTC വരെ ടീമിനെ സെറ്റ് ചെയ്യും. NTC കഴിഞ്ഞിട്ട് എന്ത് സ്വീകരിക്കാൻ തുടങ്ങും? ഇൻകം എൻജോയ് ചെയ്യാൻ തുടങ്ങും. വരുമാനം എൻജോയ് ചെയ്യേണ്ട സമയം ഏതാണ്? NTC കഴിഞ്ഞിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ NTCന്റെ സംഭവം ഉണ്ടായി. സംഗതി എന്ത് ചെയ്തു? രാത്രി കുറെ സമയമായി. ഏകദേശം ഞാൻ എന്ത് ചെയ്തു? ഫോൺ വിളിച്ചു, ലീഡർമാരൊക്കെ ചോദിച്ചു, ഇതെന്താ ഒരു NTCന്റെ എന്തൊരു ബോണസ് കാണുന്നുണ്ടല്ലോ. അപ്പൊ കുറെ നോക്കുന്ന സമയത്ത് മാച്ചിങ്ങിന് എന്താ കുറവുണ്ട്. കമ്പനിയെ ചില നേതാക്കന്മാർക്ക് വിളിച്ചു, ഉത്തരം കറക്റ്റ് ആയില്ല. ഞാൻ പറഞ്ഞു എല്ലാം ദൈവത്തിന്റെ കൈക്കലും. കാരണം തെരഞ്ഞാട് നേരത്തെ ആളല്ലേ. മുമ്പോട്ട് പറഞ്ഞ എനിക്കറിയാലോ എന്നത് അയക്കാന്നുള്ളത്. ഇതെന്താച്ചാണ് ചെയ്താണെന്ന് ഞാനും പറഞ്ഞു. നമുക്ക് തവക്കൽ തോലാതെ വേറെ ഒന്നുമില്ല. സുബേസ്കാരത്തിന് മുമ്പ് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അല്ല താങ്കളൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്ലിക്കേഷൻ നോക്കിയ സമയത്ത് മന്ത് ആകെ 10 ദിവസം ആയിട്ടുള്ളൂ. ഇനി 20 ദിവസം ബാക്കിയുണ്ട്. ഞാൻ അടിച്ചു NTC ബോണസ്. ഇത്രയേ ഉള്ളൂ ഈ ബിസിനസ്. സംഗതി മനസ്സിലായോ? മന്തിലെ ആദ്യത്തെ 10 ദിവസം ആയപ്പോ എന്റെ NTC ബോണസ് സോഹ അടിച്ചു കഴിഞ്ഞു. 10-15,000 സാറേ. NTC എപ്പോഴും എന്നുള്ള സൗണ്ട് കേൾക്കാം, പൈസ എന്നത് കാണാം. എവിടുന്നൊന്നും നമ്മൾ ചോദിച്ചാൽ നിൽക്കണ്ട. മൈലേക്ക് ഒന്ന് കഴിച്ചാൽ അത്ര മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ എന്തല്ല കറണ്ട് ബില്ലിന്റെ പൈസ കട്ടായി പോയതല്ല കേട്ടോ. സീരിയസ്ലി ഞാൻ കൂടെ പറഞ്ഞത്, നിങ്ങളൊന്ന് NTC പിടിക്കുന്നത് അവരൊന്ന് സഹിക്കും. ദെൻ ഏർലി റിട്ടയർമെന്റ്. നേരത്തെ റിട്ടയർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ അന്നേ റിട്ടയർ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് പിറ്റേന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ആ UTCമാരുടെ പേരെന്താണ്? സെബാസ്റ്റ്യൻ. എന്താണ് സാറേ? ഒരു സെബാസ്റ്റ്യനും എന്താ തോമസ് സെബാസ്റ്റ്യൻ. മൊബൈൽ സാർ അപ്ലയൻസ് ആണ്. ജോയിൻ ചെയ്ത് പിറ്റേന്ന് റിട്ടയർ ചെയ്തു. കാരണം വലത്തെ ഭാഗത്ത് മുബീൻ സാറും ജോയിൻ ചെയ്ത്, ഇടത്തെ ഭാഗത്ത് മോഹൻ സാറും ജോയിൻ ചെയ്ത്, പിന്നെ റിട്ടയർ ചെയ്തൂടെ? സജീവ് പാറക്കല്. ആലോചിച്ച് നോക്കി.
ചങ്ങായി ഇങ്ങനെ പറയാണ് കൂളായിട്ട്. ആദ്യമൊക്കെ എന്താണ് പറയാ, ഇത് നമ്മളെ ഓഫീസ് തുറന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഞാൻ സീലിംഗ് അടിക്കും. അപ്പൊ അയാൾ മൂത്രയിക്കാൻ പോയപ്പോ ഞാൻ നീച്ച്, അയാൾ ഇറങ്ങിന്ന് കണ്ടപ്പോ ഞാൻ പാഞ്ഞു എന്റെ സീറ്റിൽ, ഞാൻ NTC സീറ്റിലില്ല, പാഞ്ഞു പോയിട്ട് ഞാൻ അങ്ങനെ ഡോറിൽ നിന്ന് മൂത്രയിച്ച് വരുമ്പോ അവനെ ചാടി പിടിക്കണം. അങ്ങനെ സജീവാരെങ്കിലും ഇയാൾ വരുന്നുണ്ട്. സാർ എന്താ ഈ 10 മിനിറ്റ് വരെ അപ്പൊ പറഞ്ഞ് ഓഫീസൊക്കെ തുറന്ന് കമ്പ്യൂട്ടറൊക്കെ ഓൺ ആകുമ്പോ അതിന്റെ ടൈം ഉണ്ടാവൂലേ, അതുവരെ ഒരു ടൈം. ആ 10 മിനിറ്റ് ഞാൻ സീലിംഗ് അടിക്കുന്ന പറഞ്ഞു. ഒരു സെൽഫി അടിച്ചാൽ നമ്മൾ അവർക്ക് നിങ്ങൾ പോയിക്കോളെ, നിങ്ങൾ സീലിംഗ് അടിച്ച് ഞാൻ സെൽഫി അടിച്ചു. എന്തൊക്കെയാണ് പറയാ? അയാൾ സ്റ്റേജ് എന്ന് പറഞ്ഞ വരികയാണെന്ന്. ഇപ്പൊ മാസം ഏകദേശം ബിസിനസ് ഒരു ITCയുടെ ബിസിനസ് ഒക്കെ പേരമായി ചെയ്തു പോകുന്നുണ്ടെന്ന്. 10 കോടി. ഒരു ബെറിസ്റ്റാണ് നമ്മളിങ്ങനെ വരച്ച് ഒരു എന്താണ് ആവശ്യം, 15,000 ബിസിനസ് വേണ്ടിയോ? അതിനുവേണ്ടി നമ്മളിങ്ങനെ കണക്കുമ്പോ ഒരു ചങ്ങായി പറയാണ് അത് ഓരോ മാസം 10 കോടി 20 കോടി ഇങ്ങനെ കേറുന്നുണ്ടെന്ന്. അപ്പൊ എല്ലാ മാസം 10 കോടി ITC ആയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താകില്ല. ഈ ബിസിനസ് തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ സീരിയസ്ലി നിങ്ങളോട് പറയുന്ന ഒറ്റ സാധനം, എന്ത് വില കൊടുത്തു നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബിസിനസിന്റെ അറ്റം കണ്ടേ അടങ്ങാവൂ. ഒരിക്കലും എന്ത് ചെയ്യരുത്. എന്തൊക്കെ സംഭവിച്ചാലും, നമ്മൾ ഹിന്ദിക്കാരെ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗർ ജമീനെ ഖാലിയായ ആസ്മാനെ ഉഡാലിയ അഗർ ദുനിയാ മേ കുച്ച് ഭി ഹോ ഗയാ, നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഈ ബിസിനസിന്റെ അറ്റം കണ്ടേ അടങ്ങാം. അവിടെ എന്തോ നമ്മളെ ഓക്കെ. സോ സീരിയസ്ലി അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഈ ലോകത്ത് എന്തെന്നെ സംഭവിച്ചാലും കബീബി ഈ ബിസിനസ് വിട്ടുപോകരുത്. നെവർ എവർ. സോ സീരിയസ്ലി സാർ ഓക്കെ ആണോ സാർ? ഓക്കെ. സോഷ്യൽ വെൽബീങ്സ്, നിങ്ങളെ താല്പര്യം സോഷ്യൽ വെൽബീങ്സ് ആണോ? അത് നിങ്ങൾ ചെയ്യും. അതല്ല നിങ്ങളെ താല്പര്യം ഐഡന്റിറ്റി ഓഫ് ദ ലൈഫ്, ജീവിതത്തിന്റെ ഐഡന്റിറ്റി. ഇത് ജീവിതത്തിന്റെ ഐഡന്റിറ്റി. ഇന്ന് നിങ്ങൾ അറിയപ്പെട്ട ഒരു പേരുണ്ടാകും, ആണോ അല്ലേ? ആ പേര് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് താല്പര്യം ഉണ്ടെങ്കിൽ, മറ്റൊരു പേരിന് താല്പര്യം ഉണ്ടെങ്കിൽ, ഇന്ന് അറിയപ്പെട്ടത് ടീച്ചറാണ്, അല്ലെങ്കിൽ ട്രെയിനറാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയപ്പെട്ട എന്തെങ്കിലും എന്താ പറയാ കൂലിപ്പണിക്കാരനാണ്, വീട്ടമ്മയാണ്, അല്ലെങ്കിൽ കുടുംബശ്രീ ചേച്ചിയാണ്, കുടുംബശ്രീ താത്തയാണ്, മദ്രസയിലെ ഉസ്താദാണ്, സ്കൂളിലെ മാഷാണ്, ഇങ്ങനൊക്കെ ഒരു പേരുണ്ടാവില്ലേ? ഇതൊക്കെ മാറ്റിയിട്ട് 10,000-കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയായതാണെന്ന് പറയുമ്പോ അതിന്റെ ലെവല് മാറൂലേ? അപ്പൊ സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് വില കൊടുത്തും നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ എന്ത് വില കൊടുത്തും ഈ ബിസിനസ് ചെയ്തിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി ഓഫ് ദ ലൈഫ് അത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനം. കാര്യം എന്താണ്? നമ്മൾ ഇനി എങ്ങനെയാവണം? സീരിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കുക. മുബീൻ സാറിന്റെ വീട് കൂടിയിരിക്കുന്ന സീൻ നിങ്ങൾ കണ്ടു അല്ലെ? മെൻസും ബിയും അങ്ങനെ വരിക്ക് വരുന്ന സീന് കണ്ടു അല്ലെ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. മുബീൻ സാറെ മോളെ കല്യാണം എന്തായിക്കാനും, ഇപ്പൊ പ്രസാദ് സാറെ മോളെ കല്യാണത്തിന്റെ ആണോ അല്ലേ? ആ ഒരു അർത്ഥത്തിൽ ഇതിൽ ബാറ്ററിയുടെ കുഴപ്പമുണ്ടോ സാറേ? ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ആ കല്യാണത്തിലൊക്കെ വന്നിരിക്കുന്ന സക്സസ് സെലിബ്രേഷൻ ശരിക്കും ആലോചിച്ച് നോക്കാം അല്ലെ? മുതലാളിമാര് ആഘോഷിച്ചാൽ ആഘോഷം എന്താണ്? ബിസിനസ് ആയിരിക്കും, ആണോ അല്ലേ? മിസ്റ്റർ അംബാനി മോന്റെ കല്യാണം നടത്തിയത് അല്ലെ ബിസിനസ് നടത്തിയത്? ബിസിനസ് നടത്തിയത് അല്ലെ? ഒരു പെണ്ണ് പാടാൻ വന്നിരുന്നു റയാന് അല്ലെ? എത്ര റുപ്യ എടുത്തു? ഇവിടെ 70 കോടി റുപ്യ അവിടെ വന്നേ. 37 പാടിക്കാണ്ട് പോയി. പക്ഷെ 70 കോടി 37 വാങ്ങല ചെയ്തത്. 37 കൊണ്ട് 700 കോടി അംബാനി ഉണ്ടാക്കുക ചെയ്തത്. എന്താ ചെയ്തത്? 37 ഓൾ ഓവർ ദ വേൾഡില് ഏറ്റവും നല്ല എന്താ പറയാ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പനയുടെ അംബാസഡർ ആണ്. 37 പ്രൊഡക്റ്റുകളാണ് ഏകദേശം ഓൾ ഓവർ അമേരിക്ക ആൻഡ് യൂറോപ്യൻ കൺട്രീസ്, അമേരിക്കൻ കൺട്രീസിലേക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്യൂട്ടി കെയർ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന അംബാസഡർ ആണ്. അപ്പൊ ആ വ്യക്തിയെ ഇവിടെ ലോഞ്ച് ചെയ്തുകൊണ്ട് ആ ബിസിനസ് എവിടെ കൊടുത്തിട്ടു? അംബാനി ഇവിടെ കൊടുത്തിട്ടു അല്ലെ? മിസ്റ്റർ സുക്കർബർഗിനെ കൊടുത്തിരുന്നു അല്ലെ? മിസ്റ്റർ ബിൽഗേറ്റ്സിനെ കൊടുത്തിരുന്നു. അവരുടെയൊക്കെ ഷെയർ എവിടെ ചെയ്തു? ഇവിടെ വന്നു അല്ലെ? നമ്മൾ കണ്ടു ടിം കുക്കിനെ അംബാനിന്റെ വീട്ടിലാണ് കണ്ടത്. കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച എവിടെ? ആപ്പിളിന്റെ മെയിൻ ആണ്. ആപ്പിൾ അവിടെ ലോഞ്ച് ചെയ്തപ്പോ 60 ലോഞ്ച് ചെയ്തപ്പോ എവിടെ ലോഞ്ച് ചെയ്തു? ഇവിടെ ജിയോ സെന്ററിൽ ലോഞ്ച് ചെയ്തു അല്ലെ? എന്ന് മാത്രമല്ല നമ്മളുടെ ജിയോ മാർട്ടുകൾ, നമ്മളുടെ എന്താ പറയാ ഫേസ്ബുക്കും അതേപോലെ തന്നെ റിലയൻസും കമ്മിറ്റഡ് ആയിട്ട് ചെയ്തു, ആണോ അല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക. വലിയ ബിസിനസ്മാൻമാരെ കല്യാണം നടത്തിയാലും ജീവിത പരിപാടി നടത്തിയാലും മരണ പരിപാടി നടത്തിയാലും അത് എന്തുണ്ടാവും? ബിസിനസ് ഉണ്ടാവും, ആണോ അല്ലേ? സോ ലൈക്ക് ദാറ്റ് ഇങ്ങനത്തെ ഒരു സംഭവം ആലോചിച്ച് നോക്കുക. നിങ്ങൾ നല്ല സക്സസ് ആയിട്ട് ശേഷം സോ വാട്ട് ഡു യു ഗെറ്റ് ഫ്രം ദിസ് പിക്ചർ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഏത്? മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്?
നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നുണ്ട്? എന്തെങ്കിലും പോയിന്റ് ഈ ചിത്രം കണ്ടിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിന് പറ്റുന്ന ഒരു അർത്ഥം ഈ ചിത്രം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നവർക്ക് മൈക്ക് തരാം. ഉത്തരം എന്ത് പറയാം? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന് കുറെ പോയിന്റുകൾ ആ ചിത്രത്തിലുണ്ട്. ഞാൻ ഏകദേശം ഒരു 50ന്റെ അടുത്ത് പിക്ചറുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഈ പിക്ചർ അതിലിട്ടതാണ്. തലച്ചോറിലോട്ട് ചിന്തിക്കാൻ. ശശി സാർ ഒരു പോയിന്റ് പറഞ്ഞു, അപ്പ് ആൻഡ് ഡൗൺ. നല്ലൊരു കയ്യിൽ കൊടുക്കുക. അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും സെയിൽസിൽ ഉണ്ടായിരിക്കും, താകും. പിന്നെ വേറെ ഒന്ന് നിങ്ങൾ പറഞ്ഞോളി, വേറെ ഒന്ന്. ഇതെല്ലാരും കൂടെ താങ്ങിയിട്ടാ ബുദ്ധിക്കേണ്ടത്. ഒരാളെ മാത്രം ഉത്തരവാദിത്തമല്ല. അപ്പൊ ലൈൻ നോക്കുന്നുള്ളതല്ല, ഇതിലെ എല്ലാ ലൈനും എന്ത് ചെയ്യണം? അവനാന്റെ ഭാഗം എന്ത് ചെയ്യണം? താങ്ങിയിട്ട് പൊക്കി കൊടുക്കണം. അല്ലെ? ചില ആൾക്കാര് സിസ്റ്റത്തെ ബിൽഡ് ചെയ്യണം. കാരണം ഈ രണ്ടാൾക്കാര് ബോർഡ് പിടിച്ചിട്ടുണ്ടില്ലേ, ഈ തലക്കലും കണ്ടോ? അപ്പൊ ഈച്ച് ആൻഡ് എവരിബഡി ഹാസ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. മനസ്സിലായോ? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന്റെ ഗ്രോത്തിന് വേണ്ടി ഓരോരുത്തർക്കും അവനാനെ കൊണ്ടുള്ളത് എന്ത് ചെയ്യേണ്ടി വരും. അല്ലാതെ മീറ്റിംഗിന്റെ കാര്യം അത് അപ്ലൈന് അൽതാഫ് സാർ വോയിസ് നോട്ട് അതോടെ നോക്കട്ടെ, SPG മനോഭാരമില്ലേ അത് നടത്തട്ടെ, ഇത് മറ്റേ നടത്തട്ടെ, എല്ലാം ശശി സാർ നടത്തട്ടെ, അവർ നോ ഒന്നും മനോജ് സാർ നടത്തട്ടെ, അങ്ങനെ ഒന്നുമില്ല. അവനാനെ കൊണ്ട് അണ്ണാനും കുഞ്ഞും ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്ന് മാത്രമല്ല, ഈ ഗ്രോത്ത് എങ്ങനെ വന്നാലും ഇത് മേലേക്ക് പൊതിച്ചണം. കാരണം ഈ സാധനം ആദ്യം ഇവിടെയായിരുന്നു, പിന്നീട് താഴത്തേക്ക് വന്നു, പിന്നെ ഈ സാധനം ഇവിടെയായി, പിന്നെയും താഴത്തേക്ക് വന്നു, ഈ സാധനം ഇവിടെയായി, ഇനിയും ഇവിടെയാ ഇങ്ങോട്ട് വരാം. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തം എന്ത്? ഈ ഗ്രാഫ് മേലോട്ട് കൊണ്ടുപോകൽ തന്നെയാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബിസിനസ് താഴത്തേക്ക് പോകും. പക്ഷെ താഴത്തേക്ക് പോയാൽ ഉടനെ നമ്മൾ അത് തന്നെ കൊണ്ട് ചെയ്യണം, മേലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിലെ ബിഗിനിങ് ആയി നിൽക്കുന്ന ഈ ആൾക്കാർക്ക് സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സിലെ പ്രധാനപ്പെട്ട 5 കാര്യമാണ്. ഒന്ന്, വാട്ട് യുവർ കസ്റ്റമർ വാണ്ട്. നിങ്ങൾ കസ്റ്റമർക്ക് എന്താ വേണ്ടത്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത്, പ്രൊഡക്റ്റ് നോളജ്. കൃത്യമായിട്ട് എന്ത് വേണം? പ്രൊഡക്റ്റിന്റെ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഒന്ന്, പ്രോസ്പെക്ട് വിത്ത് പെർസിസ്റ്റൻസ്. നല്ല ക്ലിയർ ആയിട്ട് പെർസിസ്റ്റൻസി ഉള്ള പ്രോസ്പെക്ടിങ് നമ്മളായിട്ട് ഉണ്ടായിരിക്കണം. ആക്റ്റീവായ ലിസണിംഗ് ഉണ്ടായിരിക്കണം. ഹാൻഡിലിംഗ് ഒബ്ജക്ഷൻസ്. ഈ 5 സാധനവും കറക്റ്റ് ആയിരിക്കണം. ഒന്നാമത്തെ ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ലിസണിംഗ് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ പ്രോസ്പെക്ട് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവുക. ആക്റ്റീവായ ലിസണിംഗ് ഉണ്ടായിരിക്കുക. ഹാൻഡിലിംഗ് ഒബ്ജക്ഷൻസ്. പ്രശ്നങ്ങൾ ഒരുപാട് വരും, അത് നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യണം. അല്ലാതെ സാർ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം കൗരപ്രാശം തിന്നിട്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ അന്നെ കേസ് കൊടുക്കാൻ പറ്റുമോ? അന്ന് ബിസിനസ് നിർത്തിയതാണ്. അങ്ങനെയുണ്ട്, മനസ്സിലായില്ല? ഒറ്റ ചോദ്യം, ഞാൻ ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും ആയാൽ ഞാൻ അന്നെ കേസ് കൊടുത്താൽ പിറ്റേന്ന് ബിസിനസ് നിർത്തി. അൽതാഫ് സാറെ എത്ര എടുത്തിട്ട് വിളിച്ചപ്പോഴൊക്കെ എന്താ പറഞ്ഞത്? എന്റെ ഉമ്മാനെ നോക്കാൻ ആവില്ല, അതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യില്ല. ഈ കാരണം പറയില്ല. മനസ്സിലായോ? എന്താ പറയാത്തത്? പറഞ്ഞാൽ ലീഡറിന്റെ ഉത്തരം പറയും. അപ്പൊ വീണ്ടും ഇറങ്ങേണ്ടി വരും, പ്രശ്നം. അപ്പൊ ലീഡറോട് എന്ത് പറയും? ഉമ്മ പറഞ്ഞിരിക്കുന്നത് ഇവന് ഉമ്മാനെ നോക്കണം എന്ന് പറയുമ്പോൾ ലീഡർമാർ വല്ലാതെ എന്ത് ചെയ്യില്ല, ശല്യപ്പെടുമാനം നല്ല കാരണമാണ്. മണം എടുത്തുവെച്ചോളൂ, ആവശ്യമുള്ള എടുത്തുവെച്ചോളൂ. എന്ത് പറഞ്ഞാൽ മതി? അമ്മയെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് അമ്മയെ നമ്മൾ നോക്കണ്ടേ, മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ എന്ന് അപ്ലീനോട് പറഞ്ഞാൽ മതി. അപ്പൊ അപ്ലീൻ തിരിച്ചു പറയും, എനിക്കും ഉണ്ടാകാം അമ്മ, ഞാനും ആ ദൈവത്തെ നോക്കുന്നുണ്ട് കേട്ടോ. മറുപടി ഞാൻ പറഞ്ഞുതരാം. സോ സീരിയസ്ലി നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തെ തിരിച്ചറിയാം. ഒബ്ജക്ഷൻ ഹാൻഡിലിംഗ്. പ്രശ്നമില്ല, ഒരു സംശയമില്ല. ചട്ടിക്കാലാകുമ്പോൾ തട്ടിപ്പൊട്ടിയിരിക്കും. സ്വാഭാവികമായിട്ട് മനുഷ്യനെ ബിൽഡ് ചെയ്യുന്ന ബിസിനസ്സാണ്. സംശയങ്ങൾ വരും. ഇത് റെഡിയാക്കുന്നത് നിങ്ങളെ ലീഡറാക്കാനാണ്. അതുകൊണ്ട് ഒരു സെയിൽസിന് പോയാൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ കസ്റ്റമർ നിൽക്കല് ഈ ഒന്നാം പടി വല. ഈ ഒന്നാം പടി അതാണ് നോട്ട് അവെയർ ഓഫ് ദ നീഡ്. അവർക്ക് ഈ ബിസിനസ് എന്തിനാണെന്ന് അറിയില്ല, പ്രൊഡക്ട്സ് എന്തിനാണെന്ന് അറിയില്ല, ആക്ച്വലി ഞാൻ എന്തിനാണ് പോയതെന്ന് അറിയില്ല, ഒന്നും അവനറിയില്ല. എന്നിട്ട് അവനെ വളർത്തി ഒന്നാമത്തെ സ്റ്റെപ്പ് എത്തിക്കുക. ആ ഒന്നാം സ്റ്റെപ്പ് ഏതാണ്? അവെയർ ഓഫ് ദ നീഡ്. എന്തിനാ ഞാൻ വന്നത്, നീ എന്തിനാ ഇവിടെ ഇരിക്കണമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ചിലപ്പോൾ 1-ാം ദിവസമാകും, അല്ലെങ്കിൽ 1-ാമത്തെ ഫോളോ അപ്പിലാകും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അവിടെ ബട്ട് നോട്ട് അവെയർ ഓഫ് ദ സൊല്യൂഷൻ എക്സിസ്റ്റ്. നീഡ് മനസ്സിലായി, പക്ഷെ സൊല്യൂഷൻ പ്രശ്നം മനസ്സിലായത്. നീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്തായിരിക്കും? അത് പ്രശ്നമായിരിക്കും അല്ലെ? ഇപ്പൊ നീഡ് എന്താ? നിങ്ങളുടെ ആരോഗ്യത്തെ നോക്കേണ്ടതുണ്ട്. നിങ്ങളൊരു മാരക അനാരോഗ്യത്തിന്റെ പ്രശ്നത്തിലേക്ക് പോകുന്നു. അപ്പൊ പറയും, ഓ ഞാൻ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടല്ലേ, കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. അവിടെ നിൽക്കുവന്. അവിടുന്ന് നീ അങ്ങനെ സഹിക്കേണ്ടവനല്ല, സൊല്യൂഷന്റെ പാർട്ടിലേക്ക് വരുന്നു. അതാണ് 2-ാം സ്റ്റെപ്പ്. അവെയർ ഓഫ് സം സൊല്യൂഷൻസ്. കുറച്ച് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നിന്റെ പ്രശ്നം എന്താണ്? വയസ്സ് കൂടി,
മക്കളെ കെട്ടിക്കാനുണ്ട്, വീടിന്റെ പണി ബാക്കിയുണ്ട്, അല്ലെങ്കിൽ അനാരോഗ്യത്തിന് എന്താണോ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നീഡ് മേ ബി ത്രെട്ട് എന്നാ പറയാ. നീഡ് മുഖ്യമായും എന്തായിരിക്കാം? ഒരു ത്രെട്ടോ പ്രതിസന്ധിയോ ആയിരിക്കാം. സോ സീരിയസ്ലി അവിടെ നിന്ന് ചെയ്തു കൊടുത്താൽ പക്ഷെ വേറെ പ്രശ്നം വരും. ബട്ട് നോട്ട് യുവർ സ്പെസിഫിക് വൺ. നീ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ജോലി എത്തൂലല്ലേ, എന്നാ ഞാൻ എന്ത് ചെയ്യട്ടെ, നല്ല കപ്പലണ്ടി കച്ചവടം ചെയ്യാൻ തുടങ്ങട്ടെ, അല്ലെങ്കിൽ പുതിയ കോപ്പറ കച്ചവടം തുടങ്ങും. അവൻ കച്ചവടം ആയി പോകും. നമ്മൾ ESBI വരച്ചു കണ്ടു പോരും. നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ശരിയല്ലേ, ബിസിനസ് തുടങ്ങണല്ലേ എന്ന്. പിറ്റേ നോമ്പ് പറയും, നിങ്ങളെ ക്ലാസ് കിട്ടിയപ്പോൾ എനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ. എന്നിട്ട് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നു, പുതിയ ചായക്കട ഇട്ടിരുന്നത്. ഇത് കേൾക്കാൻ പോകുന്ന സാധനമാണ്. നിങ്ങളെ സാധനമാണ് വേണ്ടതെന്ന് നമുക്ക് കിട്ടിയില്ല. മൂന്നാമത്തെ ഫോളോ അപ്പ് അത്യാവശ്യമുണ്ട്. ബട്ട് നോട്ട് യുവർ സ്പെസിഫിക് വൺ. നിങ്ങൾ പറഞ്ഞ സ്പെസിഫൈഡ് ആയ സാധനത്തിൽ എത്തിയിട്ടില്ല. വീണ്ടും ഇരിക്കണം. അവയർ ഓഫ് ദ സ്പെസിഫിക് സൊല്യൂഷൻ കിട്ടി, ബട്ട് നോട്ട് ഓഫ് ഇറ്റ്സ് ബെനഫിറ്റ്സ്. അതിന്റെ ബെനഫിറ്റ് എന്താണെന്ന് കിട്ടിയില്ല. ഇപ്പൊ എന്തായി? മൈ ലൈഫിലേക്ക് വരണമെന്ന് കിട്ടി, പക്ഷെ വന്നാൽ അപ്പൊ ബെനഫിറ്റ് മനസ്സിലായി കൊടുക്കുക. പക്ഷെ ബെനഫിറ്റ് മനസ്സിലായാലും അവനെ അവയർ ആവും, പക്ഷെ കൺവിൻസ്ഡ് ആവില്ല. കൺവിൻസ്ഡ് ആവാൻ എങ്ങനെയാണ്? ഇത് ശരിക്ക് കിട്ടുന്നു ഉറപ്പാക്കിയാണ് കൺവിൻസ്മെന്റ്, ആണല്ലേ? മൈൻഡ് സമ്മതിക്കല്, അതല്ലേ കൺവിൻസ്മെന്റ്. അതുകൊണ്ട് അവനെ പ്രോഗ്രാം കൊടുത്തിട്ട് നെക്സസ് ഒക്കെ കാണിച്ചിട്ട് കൺവിൻസ്ഡ് ആൻഡ് റെഡി ടു ബൈ. പിന്നെ നിങ്ങളുടെ സാധനം വാങ്ങാൻ ഒരു തയ്യാറാവും. ക്ലിയർ ആണോ പറഞ്ഞത്? സോ ഈ 5 സ്റ്റെപ്പ് അടിപൊളിയല്ലേ? നല്ലൊരു കൈഡി കൊടുക്കുക. അത് ഉണ്ടാക്കപ്പെട്ട പോലെ എനിക്ക്. സോ സീരിയസ്ലി ഈ 5 സ്റ്റെപ്പിലും നിങ്ങൾ 1ാം സ്റ്റെപ്പിൽ ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ഔട്ടാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി ഏത് സ്റ്റെപ്പ് നാ പോണത്. ആ സ്റ്റെപ്പ് ഒന്ന് വീണിക്കണമെങ്കിൽ ഇനിയുണ്ട് കയറാൻ. ആ 18ാം പടി കയറും വരെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. യെസ്, അല്ല ഒരു വാണ്ടാണ്. ലോകത്തിൽ ഇന്ന് ഏറ്റവും പടർന്നു പന്തിരിക്കുന്ന ഒരു അസുഖമാണ് ഇത്, ഡയബറ്റീസ്. ആക്ച്വലി നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഡയബറ്റീസിന്റെ കഥ പറയുമ്പോൾ ഇന്ന് ഡീജനറേറ്റീവ് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ തന്നെ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് ഈ ഇന്ത്യ രാജ്യം മാറുന്നു. കണക്ക് പ്രകാരം പറയുന്നത് 2025 എത്ര കോടിയാണ് ഡയബറ്റീസ് എത്താൻ പോകുന്നത്? 7 കോടി ആളുകൾ എന്തിലേക്ക് അടിമപ്പെടാൻ പോകണം? ഡയബറ്റിക്കിലേക്ക്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മുൻകാലത്ത് ട്രെയിനിങ് ഉണ്ടാകുമ്പോൾ ഹെൽത്തിലൊക്കെ ട്രെയിനിങ് ആയിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് 3:1 ഡയബറ്റിക്, 5:1 ഡയബറ്റിക്. 5ൽ ഒരാൾ കൂടിയാൽ ഒരാൾ എന്താണ്? പ്രമേഹ രോഗിയാണ്. 3:1 പ്രഷറാണ്. 3 ആൾ കൂടിയാൽ ഒരാൾക്ക് എന്തുണ്ടെന്നാണ്? പ്രഷറിന്റെ അസുഖം വരാൻ സാധ്യത ഇന്ന് ഹെൽത്ത് പറയാണ്. അപ്പൊ ഈ 1ാമത്തെ സോപ്പിൽ എന്തുണ്ട്? 2 പ്രഷറുകാരനും 1 പ്രമേഹക്കാരനും ഉണ്ട്. അറിഞ്ഞിട്ടില്ല. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഇതിൽ ഏതൊരു പ്രമേഹം ഇവരിൽ നാളെ മറ്റന്നാളോ വരും, അല്ലെങ്കിൽ അപ്പൊ ഓൾറെഡി ഉണ്ട്, ഉണ്ടാവും. പ്രമേഹങ്ങൾ ഓൾറെഡി. അപ്പൊ ഒറിജിനൽ ഉണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ നിൽക്കുന്ന കൂടെ 2 ആൾക്ക് പ്രഷർ ഉണ്ട്. അപ്പൊ 1 ഡയബാലൈഫും 2 ഫൈറ്റ് സ്ട്രെസ്സും. ഇവിടെയോ 1 ഡയബാലൈഫും 1 ഫൈറ്റ് സ്ട്രെസ്സും. ഇവിടെയോ 1 ഡയബാലൈഫും 1 ഫൈറ്റ്. ഇവിടെ ഈ റൂമത്തെ കച്ചവടം ഞാൻ പറഞ്ഞുതരാം. ഇതും ഇതാണ് കൂട്ടിക്കാണ്. മനസ്സിലായോ? ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ഒരു 10 ഡയബാലൈഫിനും 15 ഫൈറ്റ് സ്ട്രെസ്സിനും ചാൻസ് ഉണ്ട്. എത്ര റുപ്യായി? ചേച്ചി കൂട്ടുന്നുണ്ട്. ഡയബാലൈഫ് DP പ്രൈസ് എത്രയാ? 2500 അടുത്ത് അല്ലേ? 2500 × 10 മുഞ്ചു നോക്കി 25,000 ആയില്ലേ? ഇനി ഫൈറ്റ് സ്ട്രെസ് കൂട്ടി ഒരു 15 വെച്ച് മുഞ്ചു നോക്കി ഒരു 50,000 ബിസിനസ് ആയില്ലേ? ഇതേപോലത്തെ ഒരു കല്യാണ പന്തലിൽ പോയാൽ CD കടിച്ചുകൊണ്ട് പോരാ, അറിയുള്ളൂ. 15 നമ്മൾ പറയില്ല. കല്യാണത്തിന് നമ്മള് എത്ര 20 പറയാണ്ട് അല്ലേ? സാധാ ബിരിയാണി മാത്രം തിന്നാൽ മതി, മനുഷ്യന്റെ പച്ചറച്ചി തിന്നാലേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ആ സ്ഥലത്ത് നിന്ന് ഈ ബിസിനസ് ആണ് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അത്രയും സാധ്യത. 7 കോടി പ്രമേഹക്കാര്. ഏത് വർഷം? ഇതിപ്പോഴാണ്. ഇത് 2005 വന്നിട്ടില്ല. പണ്ട് നമ്മള് മദ്രസ മലയാളി LP സ്കൂള് പഠിക്കുന്ന സമയത്തെ നമ്മൾ നാട്ടിൽ പോയി കണ്ട് ചോദിക്കും 25 വയസ്സിന്റെ പുള്ളിച്ചാറിന് എത്ര? നിങ്ങൾ ചോദിച്ചിട്ടില്ല? ഞാൻ ചോദിച്ചില്ല. 25 വയസ്സിന്റെ പുള്ളിച്ചാറിന് എത്ര ചോദിച്ചിട്ടില്ല? എത്ര? എത്ര 25 വയസ്സിന്റെ പുള്ളിച്ചാറിന്? അപ്പോൾ മറ്റേ ഹാപ്പി ന്യൂ ഇയർ നമ്മള് ജനുവരി 1 പറയണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ജൂണിലും പറഞ്ഞുകൂടെ ചോദിക്കപ്പെട്ടതാണ്. മോളെ പേരെന്താണ്? നിങ്ങൾ പ്രോസസർ ഇതാണ്. ഏതാണ്? i3 ആണോ i5? ഏതാണ് സാധനം? പ്രോസസർ ഏതാണ്? ആങ്ങായിപ്പോ അല്ലേ? വൈറസ് കയറിയിട്ടുണ്ടാവും. നിങ്ങൾ മറ്റേ കാസ്പർസ്കിന്റെ മറ്റൊരു പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സാധനം സജസ്റ്റ് ചെയ്തത് IT സൊല്യൂഷൻ.
മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ. ഞാൻ തിരിഞ്ഞോ? നിങ്ങളെന്തോ ചെയ്തിരിക്കണേ? എന്താ പേരുന്ന ഇപ്പോഴാണ് മറ്റേ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് പോയിക്കാണ്ടേ ആ കടയിൽ കണ്ടുവെച്ചാണ്ട് പതാക കൊടുത്തത്രേ, ഫ്ലാഗ്. ഇതിന് വേറെ കളർ ഉണ്ടാവും. ശരിക്കും അവരുടെ തന്നെ ഞാൻ ഓരോരുത്തർക്കാൻ തീരും പറയാൻ തോന്നുന്നത്. മനസ്സിലായോ? അതെന്താ മനസ്സിലായി? മനസ്സിലായില്ല. വേറെ പദങ്ങൾ ചോദിക്കണ നിങ്ങൾ ഇവിടെ മനസ്സിലായോ? ഓക്കെ. അപ്പൊ സീരിയസ്ലി ഇവിടെ നോക്കുക, 7 കോടി ആളുകൾ പ്രമേഹത്തിലേക്ക് പോകണം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക്, ഓരോ 4 മിനിറ്റിലും ഒരു ഇന്ത്യൻ പെണ്ണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു ബ്രസ്റ്റ് ക്യാൻസർ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, നമ്മുടെ ഉമ്മമാർ, അമ്മമാർ, ഇവരൊക്കെ മാരക ഡേഞ്ചറിലേക്ക് പോകുന്നു. ഓരോ 13 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പെണ്ണ് ബ്രസ്റ്റ് ക്യാൻസറിൽ മരിക്കുന്നത്. ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 2-2.5 മണിക്കൂർ, എത്ര എനിക്കറിയില്ല. ആ 2 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂറിലെ ഓരോ 13 മിനിറ്റിലും ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ക്ലാസ് തുടങ്ങി തീരുമ്പോഴത്തേക്ക് ചുരുങ്ങിയത് 10-ലേറെ പെണ്ണുങ്ങൾ മരിച്ചു. കാരണം ബ്രസ്റ്റ് ക്യാൻസർ. ഇന്ത്യയുടെ കണക്കാണ്. ഇത് ശരിക്കും ഇത് ആരാ നോക്കേണ്ടത്? ഡോക്ടർമാരൊന്നും നോക്കൂല, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നോക്കൂല, അവർക്കാർക്കും ഇതിന്റെ ബാധ്യതയില്ല. നിങ്ങൾ ശരിക്കും ഡോക്ടർമാരെ പെറ്റുപെരുകാൻ വേണ്ടി മെഡിക്കൽ എഞ്ചിനീയറിംഗ് തിയറി കോളേജുകൾ കെട്ടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലാ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ പോയ ഞാൻ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാക്കൽറ്റി വർക്ക് ചെയ്ത ആളാണ്. മെഡിക്കൽ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനെ ഞങ്ങളൊക്കെ വാങ്ങിയ ഫീസ് എത്ര, ഫീസല്ല വരുമാനം എത്ര എനിക്കറിയാം. അപ്പൊ ഫീസ് അവർ എത്ര വാങ്ങിയെന്ന് എനിക്കറിയാം. മനസ്സിലായോ? 1 അവറിന് ഏറ്റവും ചുരുങ്ങിയത് 1000 റുപ്പീസ് വാങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 6-7 മണിക്കൂർ ഉണ്ടാവും. ഒരു ദിവസത്തിന് എത്രയായി? 5000 റുപ്യന്റെ അടുത്തായി അല്ലേ? ഒരു ദിവസം 5000 റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം റുപ്യ ഉണ്ടാവും അവസ്ഥ. അങ്ങനത്തെ ഫീസിലുള്ള ഇതിൽ പഠിപ്പിച്ച മനുഷ്യനാ ഞാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടികളെ എത്ര ഫീസ് വാങ്ങിയിട്ടുണ്ടാവും? അധ്യാപകന്മാർക്ക് 2 ലക്ഷം 3 ലക്ഷം വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഫീസ് എത്ര ഉണ്ടാവും സാറേ? നമുക്ക് കിട്ടുന്നതിന്റെ 10% വരുമാനമായിട്ട് കൊടുക്കുള്ളൂ, അല്ല നന്നായിട്ട് ചെലവായിട്ട് കൊടുക്കുള്ളൂ. ബാക്കി 10-20% ഹോൾഡ് ചെയ്യാൻ നമ്മുടേതായിരിക്കുന്ന ബെനിഫിറ്റിലേക്ക്, പ്രോഫിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യൂലേ? അപ്പൊ എത്ര ഫീസ് കൊടുത്തിട്ട് പിള്ളേര് ഡോക്ടർ ആകുന്നത്, എഞ്ചിനീയർ ആവുന്നത്? എന്തിന്? ഈ പറഞ്ഞ സാധനം ഇവര് ശ്രദ്ധിക്കൂല. ആരോഗ്യം വേണോ? മൈലൈഫുകാരൻ ഉണരുകയല്ലാതെ ഇന്ത്യയിൽ രക്ഷയില്ല മക്കളെ. നമ്മളെ കയ്യിലാണ് ആരോഗ്യത്തിന്റെ യഥാർത്ഥ പ്രബോധനം കിടക്കുന്നത്. ഈ ആയുർവേദത്തിലാണ്. മറ്റുള്ളവരൊക്കെ ഇല്ല എന്നുള്ളതല്ല, ഉള്ളത് നല്ലത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. 4,58,000 വരുന്ന ഡെത്തുകൾ ഒരു വർഷം ഇന്ത്യയിൽ നടക്കുന്നു. ഒരു വർഷം 4.5 ലക്ഷം ആളുകൾ. നിങ്ങൾ ആലോചിച്ചു, ഇന്ത്യയിൽ ബ്രസ്റ്റ് ക്യാൻസറിൽ ബ്രസ്റ്റ് ക്യാൻസറിൽ മാത്രം മരിക്കുന്നു, മറ്റുള്ള ക്യാൻസറിലല്ല. ബ്രസ്റ്റ് ക്യാൻസർ വേറെ, സെർവിക്കൽ ക്യാൻസർ വേറെ, ബോഡി ക്യാൻസർ, ഓരോ പാർട്ടിന്റെ ക്യാൻസർ വേറെ വേറെ. ഇത്രയും മാരകമായ കണക്ക് കേൾക്കാണ്. പണ്ട് കാലത്ത് ക്യാൻസർ നമ്മൾ കേട്ടത് ഒരു മൂലകത്തെ മാത്രം കണക്കായിരുന്നു, ആണല്ലേ? ഒരു പഞ്ചായത്തിലെ കണക്കായിരുന്നു. ഇപ്പത്തെ കൂളായിട്ട് പറയും ആൾക്കാർ, എന്ത് എളാപ്പ ക്യാൻസർ ആയിട്ട് പറഞ്ഞു, മൂത്തമ്മക്കും ക്യാൻസർ ഉണ്ട്. ഇപ്പൊ മൂത്തമ്മക്കും ചെറിയമ്മക്കും 4 ആൾക്ക് ക്യാൻസർ ഉണ്ട്. കൂളായിട്ട് പറയും, ആണല്ലേ? എത്ര സുലഭമായിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യപ്പെട്ടു സമൂഹം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതൊക്കെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കളിയാണ്. ഇതിനെ സിമ്പിൾ ആക്കുന്നത് പോലും. അതുകൊണ്ട് ഉണരുക, ഉൽപ്പന്നം ഉപയോഗിക്കുക. ഇപ്പൊ കോവിഡിന്റെ കഥകൾ കേൾക്കുന്നു, ആണല്ലേ? ഉണരണ്ടേ നമ്മള്? നിങ്ങൾ അടുത്ത കഥ കേട്ടോളി. ഇതാണ് ഏറ്റവും വലിയ ത്രെട്ട്. അസുഖം ഒരു ത്രെട്ട്, അതിനേക്കാൾ വലിയ ത്രെട്ട് ഉണ്ട്. ഏതാ ഇത്? കണ്ടോളി, ഡീപ് സീക്ക്. ആരെ കേട്ട ആൾക്കാരെ കൈവക്കുക? ഡീപ് സീക്ക് ഇല്ല. കിമി കേട്ട ആൾക്കാര് ഇല്ല. ക്യൂമൻ കേട്ട ആൾക്കാര്, ചാറ്റ് GPT കേട്ട ആൾക്കാരെ കൈവക്കുക. ഇതെങ്കിലും ഉണ്ടല്ലേ? മനസ്സിലായി. ഇതും കഴിഞ്ഞ് ഇതിലേക്ക് എത്തിക്കണം. അത് കേൾക്കാൻ എനിക്കറിയില്ല. സംഗതി ഇതൊക്കെ കഴിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇത് എന്തും ചാറ്റ് GPTയോട് പറഞ്ഞാൽ ചെയ്തേരും, ആണല്ലേ? ഇപ്പൊ വൈഫിന് ഞാൻ ഏറ്റവും ഉള്ള പലർക്കൊക്കെ ഞാൻ ചാറ്റ് GPT കൊടുക്കാം. അപ്പൊ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് പറയാം. അപ്പൊ അവൾ സ്കൂളിൽ നിന്ന് മോളുടെ കാര്യങ്ങളൊക്കെ എന്ത് വന്നാലും ചാറ്റ് GPTയും അവളുമായിട്ടുള്ള ലോകത്താണ്. എന്ത് സാധനം ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടും. ഈ അടുത്ത കാലത്ത് യൂറോപ്പിൽ ഒരു കേസ് വരെ വന്നിട്ട് ഒരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തത് ചാറ്റ് GPT ആണ്. എന്ന് പറഞ്ഞാല് കോടതി വക്കീലിന് പകരം AI സെക്ടറാണ് ഡീൽ ചെയ്തത്. കാരണം എന്താ? ആ കേസിന്റെ വിധി ആര് പറഞ്ഞെടുത്തു? ചാറ്റ് GPT പറഞ്ഞെടുത്തു. എന്നാലും നമ്മളവിടുത്തെ കുട്ടികൾ പാഞ്ഞിച്ചില്ലാണ്. LLBന്റെ മോൻ പഠിക്കണം, വക്കീലാകണം. ഒന്നും ഞാൻ പറയണില്ല, നിങ്ങൾ ചെയ്തോളൂ, ഇഷ്ടമല്ല. ഞാൻ സീരിയസ്ലി പറയാം. എന്റെ മെഡിക്കൽ എഞ്ചിനീയർ ഡോക്ടറേഴ്സ് ആകുന്ന മക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങള് ഡോക്ടർ ആകുന്ന സമയത്ത് ഫുള്ള് റോബോട്ടിക്കൽ യുഗമായി കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് കുട്ടികളെ പറഞ്ഞതിനോട്, സാറേ റോബോട്ടും AI ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ കൗണ്ടറിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോക്കൺ കൊടുക്കാനും അതേപോലെ ഇങ്ങനെ ഉള്ളത്തെ പരിപാടിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഓതിയൊരു കിതാബുണ്ട്, ആ കിതാബ് ഇറങ്ങിയിട്ടൊന്നുമില്ല, അതിന്റെ തലച്ചോറിന് ആദ്യമായിട്ട് ഓതിയതാണ്.
ഒരു 15 കൊല്ലം മുമ്പ് കേരളത്തിൽ ഞാൻ ഇതിന്റെ ട്രെയിനിങ് എടുത്ത സമയത്ത് എന്നോട് അധ്യാപകന്മാരെ പറഞ്ഞു, ഇസ്മായിൽ സാർ ഈ ട്രെയിനിങ് എടുക്കരുത്. ഞാൻ അടുത്ത ട്രെയിനിങ് ഏതാണ്? 2030 ആകുമ്പോൾ ഓരോരുത്തർക്കും അവനാന്റെ ഫ്ലൈറ്റ്, മനസ്സിലായില്ല? 30 കഴിയുമ്പോഴത്തേക്ക് സ്വന്തം ഓട്ടോറിക്ഷ സ്കൂട്ടിയില്ലേ, അതേമാതിരി സ്വന്തം എന്ത് തുടങ്ങും? ഫ്ലൈറ്റ് വരും. സിംഗിൾ ടു സിംഗിൾ ഫ്ലൈറ്റ് വരും. പറക്കുന്ന വാഹനം നടത്തും. അതേപോലെ തന്നെ ഫുള്ള് റോബോട്ട്സുകൾ. അത് പറഞ്ഞപ്പോ 15 കൊല്ലം മുമ്പ് എന്നോട് അധ്യാപകന്മാരെന്നെ പറഞ്ഞു, സാധനങ്ങൾ അങ്ങനത്തൊന്നും പറയണ്ട, കുട്ടികൾ തള്ളുന്ന് വിചാരിക്കും, അതുകൊണ്ട് സാധനം കണ്ടാണ്. അന്ന് ഞാൻ സ്ലൈഡൊക്കെ കൂട്ടിയിട്ടാണ് ഇത് പറഞ്ഞ് ഏത് പഹരോട് ഞാൻ പറയുന്നത്. പിന്നെ ഇത് പറയാൻ ധൈര്യം കിട്ടിയ ആദ്യത്തെ ക്ലാസ് കേട്ടതാണ് മിസ്റ്റർ മനോജ് കുമാർ, ദ ഫൗണ്ടർ SP. നല്ലൊരു കൈ കൊടുക്കുക. അയാൾ ധൈര്യമായിട്ടുള്ള ക്ലാസ് പറഞ്ഞപ്പോൾ എനിക്ക് ത്രില്ലായി. അയ്യോ, നമ്മളിത് പറയണം, ഒരാൾ കിട്ടി. പിന്നെ നോക്കുമ്പോ ഈ അരവട്ട് കേസ്, ആ പഹൻ ഏതാണത്? മിസ്റ്റർ എലൻ മസ്ക്. വരാൻ പോകുന്ന അത്ഭുതങ്ങളാ മക്കളെ. നിങ്ങളാരെങ്കിലും വിശ്വസിക്കണ്ട. അവനാന്റെ വീട്ടുമുറ്റത്ത് പോർച്ചിൽ കാറ് നിർത്തിയ പോലെ എല്ലാ വീട്ടിന്റെ പോർച്ചിലും ഒരു വിമാനം ഉണ്ടാവും. വിശ്വസിക്കുന്നവർ കൈ വെക്കുക. നിങ്ങൾക്ക് എന്റെ കൂടെ പൊട്ടന്മാരാണ്, ഇവരൊക്കെ വിദ്യന്മാരാട്ടാ, മനസ്സിലാക്കി. അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ? ഉണ്ട്. ഒരു രാജ്യത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ പോർച്ചിൽ മുഴുവൻ വിമാനമാണ്. നിങ്ങൾ കണ്ടത് അത്രയെങ്കിലും ഞാൻ പറയട്ടെ. ഇപ്പൊ വന്നുകൾ ആ സിറ്റിയില് മുഴുവൻ ആൾക്കാർ അങ്ങാടി പോണതും വിരുന്ന് പോണതും വലിച്ചോട്ടും ചെറിച്ചോട്ടും പോണൊക്കെ എന്തിനാണ് ചേച്ചി? അവിടെ പോർച്ചിലൊക്കെ കാർ പോർച്ചിൽ ഏതാണ്? അതിന് കാർ പോർച്ച് എന്നല്ല പറയാ, എന്താ പറയാ, ഫ്ലൈറ്റ് പോർച്ച് എന്ന് പറയാം. നമ്മളെ കാർ പോർച്ചിൽ എന്താ ഉള്ളത്? ചൈപ്പൊടി, പിന്നെ ഉണങ്ങിയ വടലും, കുറച്ച് നഞ്ഞ വേലയും. അവർക്ക് മഞ്ഞ തിരിയില്ല. ഞാൻ അത് പറഞ്ഞുകൊണ്ട് നാളെ പോയി കണ്ടാ വടലൊന്നും മാറ്റിയിട്ടുണ്ടാ, മയം വരുന്നത് ഉമ്മാന്റെ എങ്ങനെ നിർത്തലം കിട്ടും. ഇതാണ് യഥാർത്ഥ ത്രെട്ട്. ഏത് ത്രെട്ട്? ഡീപ് സീക്ക് പോലെ. ഡീപ് സീക്ക് ചൈനയുടെ നിങ്ങളറിയില്ലേ? ഡീപ് സീക്ക് അപാര അത്ഭുതം. നിങ്ങൾ അതിന്റെ ഫുള്ള് നിങ്ങൾ അറിഞ്ഞ ക്വാണ്ടം തിയറിയുടെ പറയാതിരിക്കുക ലോകമാണ്. അതായത് ChatGPT സിസ്റ്റം ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാന് ഇത്രായിരം കമ്പ്യൂട്ടറുകളും സെക്ടറുകളും മുഴുവൻ ഉപയോഗിച്ചു കൊടുത്ത് ChatGPT വേണ്ടി ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റിന്റെയും എനർജിയുടെയും കാലിന്റെ 1% താഴെയുള്ള ശതമാനം വെച്ചിട്ട് വെൽ എക്യുപ്ഡ് ആൻഡ് പെർഫോംഡ് ആയിട്ടാണ് ചൈന എന്ത് ലോഞ്ച് ചെയ്തത്? ഡീപ് സീക്ക് ലോഞ്ച് ചെയ്തത്. അപാര ഉപയോഗമാണ് ഡീപ് സീക്കിന് നടക്കുന്നത്. ആരെങ്കിലും ഉപയോഗിച്ചിരുന്നോ? ഇല്ല. നമ്മൾ അടുത്ത് പറയാം, അതാ നല്ലത്. ഇതിങ്ങനെ ചോദിക്കുന്നത്. അപ്പോ ലോകം ഒന്ന് അങ്ങനെ. അടുത്ത മാത്രമല്ല, നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക. ഈ നിൽക്കുന്ന ഒരു പോയിന്റ്, മിസ്റ്റർ, ഈ രാജ്യത്ത് നിങ്ങൾ നോക്കുക, ദുബായ് എന്ന് പറയുന്ന സിറ്റി മുഴുവനായിട്ട് AI സെക്ടറിലേക്ക് മാറുകയാണ്. ഓട്ടോമേറ്റഡ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ 2027 ആകുമ്പോൾ ഫുള്ള് ഓട്ടോമേറ്റഡ്. എങ്ങനെ ഓട്ടോമേറ്റഡ് ആയി മാറാൻ പോകുന്നത്? AI ഹോസ്പിറ്റാലിറ്റി വരും. ഇപ്പൊ തന്നെ എത്രയോ ഹോസ്പിറ്റൽ എന്തുണ്ട്? AI-ലുണ്ട്. ഞാൻ അന്ന് പഠിക്കാൻ നിൽക്കുന്ന പുള്ളിയോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഡോക്ടറായി ഇറങ്ങുമ്പോ ഒരു ഡോക്ടർമാരുടെ നീണ്ട നിരയുള്ള ഹോസ്പിറ്റല് ഫുള്ള് റോബോട്ട്, അങ്ങനത്തെ സാധനം വരുന്നു അതിന്റെ ചിന്തയിലാണ്. പക്ഷെ ദൈവം സഹായിച്ചപ്പോ ചൈനയിൽ എന്ത് വന്നു? ഫുൾ ഡോക്ടർമാര് എന്ത്? റോബോട്ട്. രോഗികൾ ആര്? മനുഷ്യന്മാര്. ലോകം ഞമ്മക്കേനെ ഉള്ളൂ, റോബോട്ടിന് ലോകമൊന്നുമില്ല, തലവേദനയൊന്നുമില്ല. ഓക്കെ, സീരിയസ്ലി. എന്ന് മാത്രമല്ല AI സിറ്റികൾ വന്നില്ലേ? AI ഹോട്ടൽ വന്നില്ലേ? AI ഹോട്ടൽ വന്നു. ഹോട്ടലിൽ ചായ വാങ്ങുന്നതും കൊടുക്കുന്നതും പൊറാട്ട അടിക്കുന്നതും ഒക്കെ റോബോട്ട്. ഫുൾ റോബോട്ടിക്കൽ സിസ്റ്റം. നമുക്ക് സാധനം വാങ്ങി പോന്നാൽ മതി. സൂപ്പർ മാർക്കറ്റ് റോബോട്ട് വന്നില്ലേ? ആമസോൺ ഗോ മാർക്കറ്റ് അറിയില്ലേ? ആമസോൺ ഗോ മാർക്കറ്റ് നമ്മൾ സാധനം എടുത്തുകൊണ്ട് പോയിക്കാണ്ട് ഒരു ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോന്നാൽ നമ്മുടെ ബാഗിൽ നിന്ന് പൈസ പോകും. എടുത്തരാൻ ഒരാളുണ്ടാവില്ല. ചേച്ചി തുറന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് എന്ത് രസം ഉണ്ടാവും? നട്ടപ്പാതിരൊക്കെ വരെ കൂട്ടൂല. നല്ല രസം ഉണ്ടാവൂലേ? ഒരു സാധനം തൊട്ട ഓർമ്മ ഉണ്ടാവുള്ളൂ. ഫാക്കൽറ്റീസ് ആണ് ടീച്ചേഴ്സ് ആയിട്ടുള്ളത്. അത് കണ്ടാണ് ഞാൻ ആലോചിച്ചത്. അത് അറിയുന്നു. എനിക്ക് പണി വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിട്ടതായനെ നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾക്ക് ഈശ്വരാവോ? തെങ്ങ് കയറുന്നതും ആരാണ്? റോബോട്ടാണ്. ഫുള്ള് റോബോട്ടുകളാണ്. നിങ്ങൾ അവിടെ 3D പ്രിന്റിംഗ് സിസ്റ്റം. എന്താ 3D പ്രിന്റിംഗ്? നിങ്ങളെ നാട്ടിലത്തെ വാർക്കപ്പണിക്ക് പോണ ആൾക്കാരോട് പറയും, പൈന്റ് പണിക്ക് പോണോട്, തേപ്പിന് പോണോട് പറ. 3D പ്രിന്റിംഗ് ആയിരുന്ന ഏറ്റവും കൂടുതൽ ആണോ അല്ലേ? സിമെന്റോ സാധനം ഇറക്കുന്നു, കമ്പ്യൂട്ടറിൽ അതിന്റെ പ്ലാൻ കാണിച്ച് 2 ബട്ടൺ മതി ഉണ്ടെങ്കിൽ ഒരു സാധനം കണ്ട് കറങ്ങുമ്പോൾ 2 ദിവസം കൊണ്ട് കൊട്ടാരം പണിക്ക് അവനാണ്ട് പോകും അടുത്ത ബിൽഡിംഗ് ഉണ്ടാക്കാന്. എന്നാലും നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുടെ എന്ത് തേപ്പിന് കൊട്ടാരം നല്ലത്. മോനൊക്കെ നിങ്ങൾ തേച്ചിട്ട് ചുവരുമ്പോ അങ്ങനെ വെച്ചിട്ട് 3 വ്യക്തിയാണ് തേച്ചാടി. സീരിയസ്ലി ആലോചിച്ചൊക്കെ AI സിറ്റികൾ എന്ന് മാത്രമല്ല തന്നെ എന്റെ മുത്തു കാണിക്കല്ലേ. അതായത് ഇവന്റെ ബുദ്ധി നോക്കുക. 2040 അവൻ
പറയുന്നത് ഏകദേശം 1 ബില്യൺ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ അടുത്ത വെർഷനായ ഹ്യൂമനോയിഡിനെ അറിയില്ലേ, റോബോട്ടിന്റെ മുത്താപ്പെന്ന് വേണമെന്ന് പറയാം. കുറച്ചും കൂടെ എഫിക്കസി കൂടിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറച്ചും കൂടെ സെറ്റായ ആൾക്കാര് എന്ന് മാത്രമല്ല, ഇന്ന് ഇറങ്ങിയ ബ്രഷ് കണ്ടില്ലേ നിങ്ങള്, എന്താണ് ഓക്ലൈൻ എക്സ് അൾട്രാ AI പവർഡ് ബ്രഷുകൾ. എന്താ ഈ ബ്രഷിന്റെ പ്രത്യേകത? ഇതാണ് തെങ്ങുന്ന സമയത്ത് പൊത്തു വരാൻ സാധ്യത. ഫുള്ള് തീവ്രതക്കാണ്, കമ്പ്യൂട്ടറിന്റെ സാധനമുണ്ട്. ഇതാണ് ഒത്തുക്ക് പോയാല് സലൈവ, നമ്മുടെ ഉമിനീര് നോക്കിയിട്ട് നമ്മുടെ രോഗത്തിന്റെ നിർണയം വരെ ആര് ചെയ്തുതരും? ബ്രഷ്. അപ്പൊ രാവിലെ ബ്രഷ് ചെയ്തിട്ടാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ കൊണ്ട് ഇങ്ങനെ ചിപ്പിട്ട് നോക്കിയാൽ വരാൻ പോണ അസുഖം വരെ കിട്ടും. അങ്ങനത്തെ ബ്രഷ് ഇറങ്ങിയോടത്താണ് നമ്മൾ എന്ത് പറഞ്ഞത്? പൈന്റ് പണിക്ക് പോകണം, മരം വെട്ടാൻ പോകണം, ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ പണിക്കൊക്കെ പോകണം. ഇതൊക്കെ ഇറങ്ങി. പക്ഷെ ഇത് ഇറങ്ങിയപ്പോ ഞാൻ കണ്ട സന്തോഷം എന്താ അറിയോ? ഇതിന്റെ ബാക്കിൽ ആരുണ്ട്? ഓണാൻകോട്ടെ പേസ്റ്റ് ഉണ്ട്. ചേച്ചി മനസ്സിലായില്ലേ? സാധനം ഓടിയില്ലേ? ഇത് വെളുപ്പം കത്തുന്നല്ല, അത് നല്ല പ്രൊഫസറാണ്. സാധനം വേഗം ക്യാച്ച് ചെയ്ത്. എന്താ ഇതിന്റെ പ്രത്യേകത? ബ്രഷ് ചെയ്ത മനുഷ്യർക്ക് പല്ലിന്റെ എന്തെങ്കിലും ഓർത്തോ ഡെന്റൽ പ്രോബ്ലം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്താൽ അയാൾ ഉടനടി എന്ത് ഓർഡർ ചെയ്യും? ഓണാൻകോട്ടെ പേസ്റ്റ് ഓർഡർ ചെയ്യും. ആണല്ലേ? നമ്മളെ കച്ചവടം നടക്കാൻ പോവാണ്. ഇതൊന്നും അറിയില്ലല്ലേ? നമ്മുടെ റിലയൻസ് ഒക്കെ അടുത്ത കാലത്ത് ഒരു കരാറുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ജീനോം തെറാപ്പി അറിഞ്ഞോ? ഞാൻ ഒഴിവാക്കി. ഞാൻ അതുകൊണ്ട് പറഞ്ഞ പറയും, ആദ്യ കയ്യാലല്ല ബുദ്ധിന്റെ ലാസ്റ്റത്തെ അയാൾക്ക് പൊട്ടനായി ആണ്. ഞാൻ സബ്ജക്ട് ആവശ്യമുള്ള ഒഴിഞ്ഞോട്ട് ഞാൻ പറഞ്ഞില്ലേ. ജീനോം തെറാപ്പിയുടെ അത്ഭുതങ്ങളായിരിക്കുന്ന സംഭവങ്ങൾ. ഓക്കെ, സോ സീരിയസ്ലി വൈ ഓഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് ഇതും നമ്മൾ പഠിക്കണം. എന്തിനാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കുന്നത്? നമുക്ക് വേണ്ട ഇൻകത്തിന്റെ പേരാണത്. മിസ്റ്റർ വാരൻ ബഫറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, കിടന്നുറങ്ങുമ്പോൾ വരുമാനം വരുന്നത് വരെ നിങ്ങൾ ആരും സേഫ് അല്ല. എങ്ങനെ പറയാ? കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ആരും. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, ഇഫ് യുവർ ഇൻകം ഈസ് an active income, you are one step away from the poverty. അതായത് നിങ്ങളുടെ വരുമാനം ആക്റ്റീവ് ഇൻകം ആണെങ്കിൽ ഒരു ഡോർ അകലെയാണ്, ഒരു സ്റ്റെപ്പ് അകലെയാണ് നിങ്ങൾ എന്തിൽ നിന്ന്? ദാരിദ്ര്യത്തിൽ നിന്ന്. എത്ര സ്റ്റെപ്പ് അകലെ? 1 സ്റ്റെപ്പ് അകലെ. ആണോ അല്ലേ? നമ്മുടെ വരുമാനം കൂലിയാണെങ്കിൽ ആ ജോലി അന്ന് കട്ടായാൽ അന്ന് നമ്മളെ വീട്ടിൽ നേരിട്ട് അയില പെട്ടെന്ന് ചാളയോ മത്തിയോ ആകും. വീണ്ടും 2 ദിവസം പണിഞ്ഞെങ്കിൽ ആ മത്തി നേരെ ഉണക്കലീനാകും. വീണ്ടും പണിഞ്ഞെങ്കിൽ തക്കാളി കൂട്ടാനാകും. വീണ്ടും പണിഞ്ഞെങ്കിൽ അത് പരിപ്പായി മാറും. വീണ്ടും പണിഞ്ഞെങ്കിൽ ഉപ്പിട്ട മറ്റേ എന്താ സാധനത്തിന്റെ പേര്? അമേരിക്കനല്ല, അതെ ഞാനിത് പറയാം, അത് കിട്ടുന്നില്ല. അതോ മനസ്സിലായോ? എന്നാ യൂസുഫ് അലിക്ക് ഒരു ദിവസം ലുലുമാള് കൂട്ടിയാൽ അത് ഒരിക്കലാവോ? മൂപ്പിടുന്ന ഒരു സാധനം താഴത്തേക്ക് അത് മേലെ പോയി കഴിക്കുന്നു പോയി. ഞാൻ പറഞ്ഞത് ഓടുന്നുണ്ടോ മക്കളെ? ഇതുള്ളത് തന്നെയല്ലേ? 4 ദിവസം പണിയില്ലെങ്കിൽ അല്ലെ? ഒരു മഴ പെയ്താൽ പൈന്റും പണിക്കാരന്റെ പണിയില്ല, തേപ്പ് പണിക്കാരന്റെ പണിയില്ല, പല ജോലിക്കാർക്കും ഇല്ല. ആണല്ലേ? എന്റെ അമ്മായിമ്മ മിഞ്ഞാന്നുണ്ട് മയങ്ങ് ഇരിക്കുന്ന ഉസ്താദ് ഓർക്കണത് മഴവെള്ളത്തിന്റെ പ്രയാസം വന്നല്ലോ, പടച്ചുറപ്പ് എന്ത് ചെയ്തു? അത് മഴ എത്തിച്ചു കൊടുത്തല്ലോ എന്ന് നന്ദി പറഞ്ഞപ്പോ എന്റെ അമ്മായിമ്മ, ഉസ്താദെ അങ്ങനെ തോൽക്കല്ലേ, മഴ നിൽക്കാൻ തോൽക്കി, എന്റെ തേങ്ങ ഉണങ്ങിയിട്ടില്ല, ഇത് കൊപ്രാട്ടാണ്. ഞാൻ പറഞ്ഞ മക്കളെ ഞാൻ പറഞ്ഞില്ല, ഉസ്താദ് തോന്നുന്ന നമ്മളെ സ്വീകരിക്കും, മഴ വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പൊ മഴ റഹ്മത്താണോ അതെല്ലാം ഒറ്റതാണെന്ന് ചോദിച്ചാൽ ആ രണ്ടും പടച്ചോൻ തീരുമാനിച്ച കാര്യമാണ്. പക്ഷെ പോയിന്റ് ഒന്നാണ്, ഒരു മഴ പെയ്താൽ, ഒരു വെയിലൊന്ന് കൂടിയാൽ പല ജോലിക്കും പ്രയാസം. ആണോ അല്ലേ? വൈദ്യുതിയായിരുന്നു എന്തൊരു രസമുള്ള ബിസിനസ്സാണ് നമ്മളെ കയ്യിലുള്ളത്. ഞാൻ മൈ ലൈഫുകാരൻ എനിക്ക് അഭിമാനമുണ്ടെന്ന് തോന്നുന്നത് കൈയടിച്ചാൽ അഭിമാനം തോന്നുന്നു. സോ സീരിയസ്ലി ഇതൊക്കെ ആക്റ്റീവ് ഇൻകം അല്ല നമുക്ക് വേണ്ടത്. ഏതാണ്? പാസീവ് ഇൻകം ആണ്. ഈ ഇൻകം ഇതിനകത്ത് എത്ര ഇൻകം ഉണ്ട്? 3 or 4 ഇൻകം ഉണ്ട്. സെയിൽസ് ടൗൺ ബോണസ് വീക്കിലി നമുക്ക് നേടാം, പെർഫോമൻസ് ബോണസ് നേടാം, ലോയാലിറ്റി ബോണസ്, DTC ആയ ആളുകൾ DTCന്റെ കൈവയ്ക്കാണ്. DTCന്റെ അതിലേക്ക് അഡീഷണൽ ഇൻകം വേറെ കമ്പനി നൽകുന്നുണ്ട്. TC ആയ ആൾക്കാർക്ക് കൈവയ്ക്കാൻ DCന്റെ കൈവയ്ക്കാണ്. നിങ്ങൾക്ക് പെർഫോമൻസ് ഓരോ മാസവും കളയണ്ട. അതേപോലെ തന്നെ റാങ്ക് ഇൻകം, റിവാർഡ്സ് ആൻഡ് മെനി മോർ. യു ക്യാൻ ഗെറ്റ് 5 ഇൻകംസ് എവറി മന്ത്. ഓരോ മാസവും എത്ര ഇൻകം സാധ്യതയുണ്ട്? 5 ഇൻകം സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ കണക്കുമൊക്കെ നോക്കിയാൽ മതി. 2010 കണക്ക്, അതുപോലെ 410 വണ്ടിന്റെ നമ്പറൊക്കെ മാറ്റേണ്ടി വരും. സോ സീരിയസ്ലി നിങ്ങൾ ആലോചിക്കുക, വാട്ട് ഈസ് സെല്ലിംഗ്? എന്താണ് വിൽപ്പന? വിൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്പിംഗ് കസ്റ്റമേഴ്സ് ബൈ സാറ്റിസ്ഫൈ ബൈ സെലക്ഷൻ കസ്റ്റമേഴ്സ് നീഡ്സ് ആണ്. നമ്മളെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടത് എന്താണോ അത് ധൈര്യത്തോടു കൂടി കൊടുക്കാനും സ്നേഹത്തോടെ കൊടുക്കാണ്ടാവുന്ന മനസ്സിനെ എന്ത് വിളിക്കും? സെല്ലിംഗ് വിളിക്കും. അവിടെ നമ്മൾ പ്രധാനമായി നോക്കാനുള്ളത് ബെസ്റ്റ് വേ ടു സെൽ സംതിങ്. ഒരു വസ്തു വിൽക്കാൻ നമ്മളെ മനസ്സിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു ടെക്നിക്സ് എന്താണ്?
നല്ല ഒരു ബന്ധം എല്ലാവരും കാത്തു സൂക്ഷിക്കുക. ക്ലിയർ ആണോ? അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിതാണ് earn the awareness, respect and trust of those who might buy. നിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാനുള്ളവരുമായി നിനക്ക് എന്തുണ്ടാവുക? നല്ലൊരു ഹൃദയബന്ധം ഉണ്ടാകുന്ന താനെ അവൻ എന്ത് ചെയ്തോളും? വാങ്ങിക്കോളും. അല്ലാതെ അവനത് വാങ്ങട, ഞാൻ അവിടെ ഒരൊറ്റ വന്നാൽ എനിക്ക് ഒരു കഫ്നില് വാങ്ങാൻ പറ്റില്ലേ, എന്റെ വണ്ടിക്ക് ഞാൻ എണ്ണ അടിച്ചത് എത്ര അറിയാം? 500 റുപ്യന്റെ എണ്ണ എന്റെ കാറിന് അടിച്ചത്, ഈ കഫ്നിലാണ് 150 റുപ്യ ഞാൻ പറ്റുമോ? അവനുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കാം. ആ കഫ്നിൽ അന്ന് അവൻ വാങ്ങിയില്ലെങ്കിലും നാളെ അവൻ വാങ്ങിയാലും പിന്നീട് അവൻ കോടികളെ ബിസിനസ് കൊടുത്തരും. ഇപ്പൊ ഞാൻ എന്റെ ലീഡർക്ക് കൊടുത്ത ബിസിനസ് അൽത്താഫ് സാറ് കവചപ്രാശം വിറ്റതാണ്. ആ കവചപ്രാശം എത്ര റുപ്യക്കാണ് മൂപ്പര് വിറ്റെന്ന് അറിയോ? 10 കോടിക്ക് 10 റുപ്യക്കാണ് മൂപ്പരെ കവചപ്രാശം വിറ്റുന്നത്. ഷുഹൈബ് സാർക്ക് എന്റെ ലീഡർ നല്ലൊരു ചെയ്ത് കൊടുക്കാം. ഷുഹൈബ് സാർക്ക് അദ്ദേഹത്തിന് അൽത്താഫ് സാർ വിൽക്കാൻ പോയത് എന്താണ്? കവചപ്രാശം. ഇതേ കണ്ടീഷൻ മീറ്റിങ്ങിനെ വിളിക്കരുത്, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് ഇന്ന് അയാൾ മീറ്റിംഗ് നടത്തുന്നത് മനസ്സിലായോ? വിളിച്ചത് നല്ലതാണ് നടത്തുന്നത്. സീരിയസ് ആയിട്ട് ഒരു കവചപ്രാശം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഓൾ ഇന്ത്യയിലെ മൊത്തം ബിസിനസ്സാണ്. ഇതിലേക്ക് ചെന്നൈയിലായാലും മുംബൈയിലായാലും ഡൽഹിയിലാണെങ്കിലും ഗുജറാത്തിലും ഹൈദരാബാദിലും ലക്ഷദ്വീപുകളിലും പല പല സ്റ്റേറ്റുകളിൽ നിൽക്കുന്ന ബിസിനസ് ഉണ്ട്. സംഭവം ഏതാണ്? ഒരു കവചപ്രാശം. മനസ്സിലായോ? അത് പറക്കും. പക്ഷെ ബിലീവ് ഇറ്റ്. വേണ്ടത് നിങ്ങൾ എന്താണ്? നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക, ട്രസ്റ്റഡ് ആയിരിക്കുക എപ്പോഴും. എന്ന് മാത്രമല്ല എന്തൂസിയാസം ഈ ബിസിനസ്സിൽ. ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുകയും ഈ സ്ലൈഡ് ഞാൻ വന്നതിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. കാരണം എന്താ? എന്തൂസിയാസത്തിന്റെയും എക്സൈറ്റ്മെന്റിന്റെയും ഹോൾസെയിൽ ഡീലർഷിപ്പ് ഇന്ന് കേരളത്തിൽ ഏറ്റെടുത്ത അൽത്താഫ് സാറെ ടീമാണ് നിങ്ങൾ. അതുകൊണ്ട് അതിനെ പറ്റിയൊരു ക്ലാസ് ഞാൻ എടുക്കുന്നില്ല. ഫുൾ ടൈം എക്സൈറ്റഡ് ആവുക. എന്തൂസിയാസം ഈ ബിസിനസ്സിൽ അത്യാവശ്യമാണ്. എന്ന് മാത്രമല്ല ഗോൾ ഓഫ് സെല്ലിംഗ്, നമ്മൾ വിൽക്കുന്ന സമയത്ത് ഈ ചിന്ത എപ്പോഴും ഉണ്ടാവുക, ഞാൻ എന്റെ കസ്റ്റമറെ സഹായിക്കുകയാണ്, അല്ലാതെ അയാളെ പൈസക്ക് വന്നതല്ല. നമ്മൾ മെയിനായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന എവിടെയാണ്? എനിക്ക് ആകെ 10,000 വോളിയം കൂടെ കുറവുള്ളൂ, ഇനി ഇതും കൂടി നടത്തുന്ന ഉറപ്പായിട്ടും ഞാൻ എന്താകും? TC ആകും, വെരി സ്റ്റാർ ആകും, വെരി ഡബിൾ സ്റ്റാർ ആകും. ആണല്ലേ? അവിടെ നമ്മൾ എന്താകും? ഡിസ്റ്റർബ്ഡ് ആകും. നേരെ മറിച്ച് അതെനിക്ക് ദൈവം തരും, പക്ഷെ ഇവിടെ ഞാൻ വന്നത് ഇയാളെ സഹായിക്കാനാണ്. പ്രശ്നം തീരുമല്ലേ? യെസ്, നമുക്ക് ഹാപ്പി ആയിട്ട് ആ പ്ലാൻ കൊടുത്ത് തീർക്കാൻ പറ്റുന്നതാകും. സോ സീരിയസ്ലി ഒരു 4-5 സ്ലൈഡ് കൂടെ കഴിഞ്ഞു. സ്റ്റെപ്സ് ഓഫ് സെയിൽസ് പ്രോസസ്. നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ വിൽപ്പന നടത്തുന്ന സമയത്ത് ആദ്യം നമ്മൾ പ്രോസ്പെക്ടിങ് നടത്തുക. പിന്നെ പ്രോസ്പെക്ടിന്റെ പ്രീ അപ്രോച്ച് ഉണ്ട്. പ്രീ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാങ്കല്പികമായിട്ട് അപ്രോച്ചിങ്ങിനെ നമ്മൾ സങ്കല്പിച്ച് സെറ്റ് ചെയ്തത്. പിന്നെ അപ്രോച്ച് ചെയ്യാം. പിന്നെ ഡിറ്റർമൈനിങ് നീഡ്സ്, അവന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഹാൻഡിലിംഗ് ഒബ്ജക്ഷൻസ്, അവന്റെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുക. പിന്നെ ക്ലോസിംഗ് ദ സെയിൽസ് ക്ലോസിംഗ് നടത്തി കൊടുക്കുക. സജഷൻ സെല്ലിംഗ്, സെല്ലിംഗിൽ നമ്മൾ പല സജഷൻസ് വെച്ചുകൊണ്ട് ഇത് അങ്ങനെ വാങ്ങാം, ഇങ്ങനെ വെക്കുക, ഇത് ഉപയോഗിച്ചാൽ അത് ചെയ്താൽ ഇത് ചെയ്യാം. പിന്നെ റീ അഷ്വറിംഗ് ഫോളോ അപ്പ്, നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ബന്ധം കാത്തു സൂക്ഷിക്കുക. അതൊന്ന് ബ്രെയിനോടൊന്ന് വായിച്ചാണ്. വിൽപ്പനയിൽ പ്രധാനമായുള്ള സ്റ്റേജ് ഇതാണ്. ഈ ലെവലിൽ കച്ചവടം ചെയ്താൽ ലാഭം ഉണ്ടാവും. കിട്ടിയോ? ഏതെങ്കിലും വരി കിട്ടാതെ ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്മാർട്ട് ഗോൾസ്. ഞാൻ ലാസ്റ്റ് ഏരിയയിലെ ഡ്രീംസ് ആൻഡ് ഗോൾസ്, ഡ്രീംസിനെ കുറിച്ചും കാര്യങ്ങളും ഇതുവരെ പറഞ്ഞു. ഈ ഗോൾസും കൂടി പറഞ്ഞാൽ എന്തായി? ക്ലാസ് തീർന്നു. ലാസ്റ്റ് സ്ലൈഡിലാണ്. സോ സ്മാർട്ടായ ഗോളാണ് നമുക്ക് വേണ്ടത്. എന്താ നമ്മൾ സ്മാർട്ടാണ്, നമ്മുടെ ഗോൾ എന്താവണം? സ്മാർട്ടാണ്. എന്താ സ്മാർട്ടായ ഗോള്? എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക്. എന്താ സ്പെസിഫിക്? കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ വേണം, അല്ലെ? കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ വേണം, അല്ലെ? സലാംക, ഇത് ഏത് കാറാ വേണ്ടത്? കാർ ഏതാ പറഞ്ഞത്? നമ്മള് അടുത്തെടുക്കാൻ പോണ കാർ, വൈലഫിൽ ആദ്യം എടുക്കണ കാറ്, ഫസ്റ്റ് എടുക്കണ കാറ്, ജോലിന് മുന്നിൽ കാർ എടുത്തു, മൈലൈഫിന്റെ കാറായിട്ട് എടുത്തു ഒന്ന്. ആ മൈലൈഫിന്റെ കാറായിട്ട് നിങ്ങൾ ഏതാ എടുക്കണം എന്നുള്ള പറഞ്ഞേ? ഇത് സ്പെസിഫൈ ചെയ്യണം. കാർ എടുക്കാൻ വിചാരിച്ച ആൾക്കാരാണുള്ളത്. മൈലൈഫിലുള്ള കാർ അടുത്ത പ്ലാൻ എടുക്കാൻ, അടുത്ത പ്ലാൻ ഫസ്റ്റ് കാർ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ? അത് കാറൊന്ന് പറഞ്ഞോട്ടെ, ഏതാ കാറൊന്ന്? EV ഏത്? ടാറ്റയുടെ കറവ്. ആ ഓക്കെ, അതിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ആൻസർ ടോപ്പ് വേരിയന്റ് എന്ന് പറഞ്ഞു. കളറ് വൈറ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ എത്ര കിട്ടും? അതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. മനസ്സിലായോ? സാറേ മൈലൈഫിൽ ഞാനൊരു കാർ എടുക്കും തന്നെ മയക്കാറെ കിട്ടുള്ളൂ, വേറൊരു കാർ കിട്ടില്ല. മൈലൈഫിൽ കാർ വേണം, ഒറ്റ വാക്ക്. സാറേ എന്റെ കാർ EV ആണ്, ഏകദേശം ബഡ്ജറ്റ് ഇത്രയാണ്, ഏകദേശം അതിന്റെ വീക്കിലി അടവ് ഞാൻ ഇത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ അടവ് ഞാൻ ഇന്നാലെ വാലിഡിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, കാറിന്റെ കളർ ഇന്നതാണ്, സ്പെക്ക് ഇന്നതാണ്, അത് ഇന്നാലെ സ്ഥലത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെയാവും, ഇറങ്ങുമ്പോൾ ടീമിൻ്റെതാവും. ഇങ്ങനെ കംപ്ലീറ്റ് സ്പെസിഫൈഡ് സ്പെക്കുലേഷൻ നിങ്ങളെ കണ്ടോ ആ കാർ
മേലൊക്കെ വരും. ഇല്ലേ ആ കാറ് മേലെ ആകാശത്തുണ്ടാവും. അതിന്റെ പേരാണ് മഴക്കാർ. സോ സീരിയസ്ലി രണ്ടാമത്തെ മെഷറബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഓരോ മാസവും. സ്മാർട്ടിന്റെ ഫുൾ ഫോം പറയുന്നത് എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക്, എം സ്റ്റാൻഡ്സ് ഫോർ മെഷറബിൾ. ഓരോ നാളൊന്ന് തൂക്കിയിട്ട് അതിനെ തിട്ടപ്പെടുത്താൻ പറ്റും. ഉദാഹരണം പറയുന്നത്, ഞാൻ എന്തായാലും ഇവിടുന്ന് 2 മാസം കഴിഞ്ഞാൽ ഞാൻ എന്താവും, ATC ആകും, DC ആകും. അങ്ങനെ പറഞ്ഞാൽ ഓരോ വീക്കിലും അതിനെന്തെയും നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ. ദെൻ മൂന്നാമത്തെ അറ്റൈനബിൾ, നേടാൻ പറ്റുന്നതാവണം ഏകദേശം. അല്ലാതെ നിങ്ങൾ പറയുന്നത് സാറേ നിങ്ങളെ ക്ലാസ്സുകൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, 2025 കഴിയുമ്പോഴത്തേക്ക് ഞാൻ ക്രൗൺ അംബാസഡർ ആകും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഈ മൈക്കോണ്ട് കയറിയോനെ, അതിനായിട്ടില്ല. അത് അറ്റൈനബിൾ അല്ല. അത് ഉസുറും കൂടി ഇല്ലാത്തൊരു സ്വപ്നമാണ്. മനസ്സിലായോ അല്ലെ? നമ്മൾ പറയുമ്പോ എന്തെങ്കിലൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ ഇത് കഴിച്ചിട്ട് ആരും ടൈപ്പ് കഴിഞ്ഞിട്ട് മൈക്ക് കൊടുത്തിട്ട് സാറെ ക്ലാസ് ഭയങ്കര ലെവലായിരുന്നു, ഞാൻ എന്തായാലും ഈ മാസം ITC ആവുമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ കൂടി ആയിട്ടില്ലെങ്കിൽ അൽത്താഫ് സാറെ പണ്ട് ഇങ്ങനത്തെ സംഭവം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ല? അറ്റൈനബിൾ അല്ലാത്ത ഒരാൾ പറഞ്ഞു. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത്, സ്റ്റാർട്ടിങ് സമയത്ത് ബിസിനസ് ഒക്കെ ഭയങ്കര ത്രില്ലായി, ജോലിയൊക്കെ ഏകദേശം രാജിവെച്ചിട്ട് തുടങ്ങിയ സമയത്ത് ഇതേപോലെ ഒരു മീറ്റിംഗ് ചേളാരി നടക്കണം. അപ്പൊ എന്റെ ടീമത്തെ വേറൊരാൾ വേറെ ടീമിനെ കൊടുക്കുന്നത്, എനിക്ക് ഒരാൾ വന്ന് കണ്ട് സീലിങ്ങിന്റെ കഥ അൽത്താഫ് സാർ പറഞ്ഞപ്പോ നീച്ചാണ്ട് പോയിട്ട് വന്നു. സാർ എത്ര മാസം സീലിംഗ് കളിച്ചത്? അൽത്താഫ് സാർ 9 മാസം. 9 മാസം സീലിംഗ് കളിച്ചു. 7 മാസം കളിക്കാൻ പറ്റുമോ? കണ്ടു കുഴപ്പമില്ല, കമ്പനി പൈസ തരുമോ? പൈസ തരും. അപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, നിയമ പ്രശ്നങ്ങൾ. 7 മാസം 2 ലക്ഷം രൂപ അടിക്കല്ലേ? ഇതുകൊണ്ട് വീടിന്റെ ഉള്ളിൽ കൂടി ഒരു സാധനം കണ്ട് കയറി ഇവിടെ സാധനം അങ്ങനെ ഞാൻ എന്തായിട്ട് കാട്ടുക. കാരണം ഞാൻ അടുത്തായിട്ട് സീലിംഗ് അടിച്ചാൽ മാസം പറയേണ്ടത്. ഞാൻ എന്റെ ത്രില്ല് വേറെയാണ്. അതിനുശേഷം അടുത്ത അവസാനം അങ്ങനെ പറഞ്ഞാൽ പോയി. പിന്നെ ഇവര് മീറ്റിംഗ് ഹാൾ കയറിയിട്ട് ഞാൻ കയറുന്നില്ല, ഈ ചങ്ങായി മൂത്രയിക്കാൻ പോയി. ഞാൻ പറഞ്ഞാൽ പോയി എന്റെ 210 മൂത്രയിക്കണത്. സാധാ അല്ല ഇത്, സാധാ മൂത്രമല്ല ഇത്, കട്ടിങ് അനുഭവ മൂത്രമാണ്. അപ്പൊ മൂത്രയിക്കാൻ വന്നു. പിന്നെ പോയിട്ട് തുപ്പാൻ പോയി. ഞാൻ പോയിട്ട് പറഞ്ഞ് വീണ്ടും തുപ്പും. അപ്പൊ അടുത്ത അവസരം റഫീഖ് സാറിന് മത്സരം ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അസാർ ഞാൻ വരാം, ആ പോയിന്റ് കിട്ടി, പക്ഷെ ഈ പോയിന്റ് 210. അപ്പൊ ഞാൻ വരില്ല എന്ന് മനസ്സിലാവും. ഇവര് രണ്ടാളും ഞാൻ കൂടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പഹന്തേക്കുന്ന ജോയിനിങ്ങിന്റെ 5000 കിട്ടുമോ? സത്യം അന്ന് പോയതാ, ഇതുവരെ വന്നിട്ടില്ല 5000. അപ്പൊ അവന്റെ സ്വപ്നം ഇതാണ്. ഏതാണ്? അറ്റൈനബിളല്ല. അവൻ ജോയിനിങ് വിത്ത് സെയിലിംഗ് ആണ്. മനസ്സിലായില്ല? അന്ന് കൊണ്ടു പോകണ്ട, ഈ കൈയെത്തുന്ന സ്ഥലത്തുള്ളതൊക്കെ കണ്ടാൽ മതി. മനസ്സിലായോ? ഓക്കെ. മൂന്നാമത്തെ സാധനമാണ്, 4ാമത്തെ സാധനം റെലവന്റ് ആയിരിക്കണം. അത് സമൂഹത്തിന് ഉതകുന്നതായിരിക്കണം, കാലോചിതമായിരിക്കണം, സമൂഹത്തിന് നന്മയുള്ളത്. റെലവന്റ് ആയി ടോക്ക് ചെയ്യാൻ പറയും, റെലവന്റ് ആയിട്ട് സംസാരിക്കണമെന്ന് പറയില്ലേ? ആ റെലവൻസി എങ്ങനെ വരുന്നത്? ഇപ്പൊ ഞാൻ ഇതിനെ സ്വപ്നം കണ്ടാണ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എന്റെ നാട്ടിൽ മുഴുവൻ തലങ്ങും വലങ്ങും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറപ്പിക്കണം. ഇതിന്റെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ, ഗ്രാമത്തിൽ കുറെ ട്രെയിൻ